കഴിഞ്ഞ പകലും രാത്രിയിലും നമ്മോടൊപ്പം ദേവദാസനായിരുന്നു. സ്തോത്രം തുടർന്നുള്ള സമയങ്ങൾ സ്തോത്രം ഇനിയുള്ള സമയങ്ങൾക്ക് വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ നമുക്ക് സമയമൊക്കെ പറയാതെ തുടർന്ന സമയത്ത് ദേവദാസനം നമുക്ക് കൊടുക്കാം. സ്തോത്രത്തിനായിട്ട് ദേവദാസനം ക്ഷണിക്കും. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ വലിയ സന്തോഷമായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. വാഗ്ദത്ത പ്രകാരം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. തന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പരിശുദ്ധന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമമുള്ള ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത കവിഞ്ഞുകൂടാതെ കൊണ്ട് സമുദ്രത്തിന് അധികരിപ്പിച്ചു നക്ഷത്രങ്ങളെ പേരുകൾ വിളിക്കുന്നത്, വെള്ളത്തെ കൈക്കുമ്പിളിൽ വഹിക്കുന്നത്, പൊടിയെ നാടിയിൽ എടുക്കുന്നത്, ആൽഫയും ഒമേഗയുമായിരിക്കുന്ന ഉന്നതനും ഉയർന്നിരിക്കുന്നവരുമായി ദൈവത്തെ നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും വെളിപ്പെട്ടു. വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ഒടുങ്ങുന്ന ജീവജല നദികളിവിടെ ഒടുങ്ങട്ടെ. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കട്ടെ. പെരുത്ത മീൻകൂട്ടമുണ്ടാകട്ടെ. മാലിന്യങ്ങളെല്ലാം പഥ്യമായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ,
സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും അങ്ങയോട് അടുത്തു വരുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ തിരുമൊഴികൾ കേൾക്കുവാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. കടന്നു വന്ന ഓരോ വ്യക്തികളുടെയും പ്രകൃതി അറിയുന്ന ദൈവം, സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം, ആത്മീയ ഭൗതിക നിലവാരം അറിയുന്ന ദൈവം ഇന്ന് പൽക്കാലങ്ങളുടെ വചനം അടച്ച് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവരെ സൗഖ്യമാക്കുകയും പുതുമിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശുദ്ധീകരണ ശക്തി ഇന്ന് പൽക്കാലങ്ങളിലും പാത്രങ്ങളിലും വ്യാപരിക്കപ്പെടേണ്ടതിനായിട്ട് സ്തോത്രം. പൽക്കാലം കടന്നു വന്നവരെ ഏൽപ്പിക്കുന്നു, യാത്രയിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. കേരളത്തിന് വെളിയിൽ ഭാരതത്തിന് വെളിയിലുള്ള സഭയാ കുടുംബത്തിലുള്ള എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരുടെയും വിശ്വാസം പോയി പോകുവാൻ സമ്മതിക്കാം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നിൽക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ദൈവരാജന് ഞങ്ങൾ വിട്ടേച്ചു പോന്ന സഭയ്ക്കായി ദൈവമക്കൾക്കായി ഇന്ന് അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷക്കായി ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗത്തിലെ പിതാവേ. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ
കർത്താവിന്റെ അഭിഷേകദാസനോടും കുടുംബത്തോടും അനുഗ്രഹിതരായ ദൈവമക്കളോടും ചേർന്ന് ഈ 2 ദിവസക്കാലം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഈ സഭയിലായിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ നൽകുവാനിടയായി. അത് ഞാൻ നിങ്ങളുമായി പുറകാലെ പങ്കുവയ്ക്കാം. വാസ്തവത്തിൽ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഞാൻ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. അതിനെ ഞാൻ തനിക്ക് ഡേറ്റ് കൊടുത്തെങ്കിൽ പിറ്റേ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസൻ, അദ്ദേഹത്തിന്റെ 3 മക്കളിൽ ഏറ്റവും ഇളയ മകന്റെ വിവാഹമാണ് നാളെ. അദ്ദേഹം ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർമെന്റ് ആയ ഒരു വ്യക്തിയാണ്. പിഴലായി എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായി പാർത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഗസ്റ്റിൻസ് ആണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗുരുശിക്ഷ ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കൊടുത്ത് സാറ് വിവാഹത്തിനുണ്ടാകും. സമൂഹത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അതിനെ ഞാൻ കർത്താവിന്റെ ദാസനെ വിളിച്ചു പറയുകയും വേണ്ട വെള്ളിയായിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് പരിപാലനയായി. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 1985 ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. 1985 ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത് ഒറ്റയ്ക്ക് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലം കത്തോലിക്ക യാക്കോബായ പശ്ചാത്തലമാണ്. എൻ്റെ പിതാവ് കത്തോലിക്കൻ, എൻ്റെ മാതാവ് ഒരു യാക്കോബേറ്റാണ്. മണർകാട് പള്ളിയാണ്. അവർക്ക് ഏകമകനായിട്ട് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മാതാവിനെ വേദപുസ്തകം വായിപ്പിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സങ്കീർത്തന ഭാഗമാണ്. എല്ലാവരും പക്ഷെ അതൊന്ന് വായിക്കുമെങ്കിലും ഒരു കമ്പൽഷന് വിധേയമായിട്ട് മാത്രമാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഒരു താല്പര്യമുണ്ടായിട്ടോ ആ വാക്യങ്ങളിലെ ആത്മീക സത്യങ്ങളെ ഗ്രഹിച്ചിട്ടൊന്നുമല്ല, നിർബന്ധം ഞാൻ വായിച്ചു. 1985 മാർച്ച് മാസം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം എന്റെ വല്ലാതെ സ്പർശം. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം നിങ്ങൾക്കറിയാം. അതാണ് പാപം മറച്ചു ലംഘനം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യൻ യഹോവ അകൃത്യം. ഈ വാക്യം ഞാനിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളത്തിൽ പാപബോധം നിറയപ്പെടാം. ഞാൻ ലിസ്റ്റിൽപ്പെട്ട പാപമൊന്നും ചെയ്ത ഒരു വ്യക്തിയല്ല. ഞാൻ ഒരു മദ്യപാനി ആയിരുന്നില്ല, ഞാൻ പുകവലിക്കുന്ന ആളായിരുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല, മറ്റിതര ദുർനടപ്പുകൾക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും 15-ാമത്തെ വയസ്സിൽ എന്താ ഇതൊക്കെ കുറിച്ച് പറയുന്നത്? ഇന്നത്തെ നമുക്കറിയാം 6 വയസ്സ് മുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിലും ഹോളി സ്പിരിറ്റ് എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ പരിവർത്തിക്കാം. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചിന്തകളിൽ ഞാൻ ചെയ്ത ആ ചിന്തകളിലോടുള്ള ബന്ധത്തിലുള്ള ഭാവങ്ങൾ, എന്റെ കേൾവിയോടുള്ള കാഴ്ചയോടുള്ള ബന്ധത്തിൽ, സംസാരത്തോടുള്ള ബന്ധത്തിൽ, പ്രവൃത്തികളോടുള്ള ബന്ധത്തിലുള്ള ഭാവങ്ങൾ എന്റെ ഉള്ളത്തിലേക്ക് വരാം. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു വാക്കാണ്, കർത്താവെ ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപി.
പെട്ടെന്ന് എനിക്ക് ഈ രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമായ ചിന്തയോട് ബന്ധപ്പെട്ട ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് പോയി. എന്താണ് ചിന്ത അറിയാമോ? കർത്താവായ യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ ഉള്ളത്തിലൊരു സംഘർഷം. ഞാൻ പാപിയാണ്, കർത്താവായ യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. ഈ ചിന്ത ഇങ്ങനെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ടക്കോപാത്ത് പോലെ ഇങ്ങനെ സമർത്ഥത്തിലെത്തില്ല. ഞാൻ പാപി, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. പെട്ടെന്നൊരു ചോദ്യം, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു, നീ പാപിയുമാണ്, യേശുവിന്റെ മരണം കൊണ്ട് നിനക്ക് വല്ല ഗുണമുണ്ടായിരുന്നു? 15-ാമത്തെ വയസ്സിൽ ഹോളി സ്പിരിറ്റ് എന്നോട് ഞാൻ സംസാരിക്കും. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ചെറിയ വിശദീകരണം ഇരിക്കുന്നു. ആ വിശദീകരണം എങ്ങനെയാണ്? നീ ഒരു കെട്ടിടം വെച്ചു എന്ന് വിചാരിക്കുക. ആ കെട്ടിടത്തിൽ വയറിംഗ് എല്ലാം നീ ചെയ്തു, ഫാനിട്ടു, ട്യൂബ്ലൈറ്റ് ഇട്ടു, ബൾബിട്ടു, സ്വിച്ച് എല്ലാം റെഡിയാക്കി. പക്ഷെ നീ സ്വിച്ച് ഇട്ടിട്ട് ഫാൻ കറങ്ങുന്നില്ല, ട്യൂബ്ലൈറ്റ് പ്രകാശിക്കുന്നില്ല, ബൾബ് പ്രകാശിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രകാശിക്കാത്തത്, ഉപയോഗപ്രദമാകാത്തത്? നീ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് നിന്റെ വീടിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറുമായിട്ട് നിന്റെ വീടൊന്ന് ലിങ്ക് ചെയ്യണം. അപ്പോൾ നിനക്കും കൂടെ ഉള്ള, നിന്റെ വീടിന് വേണ്ടി ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി പവർ ആ ട്രാൻസ്ഫോമറിൽ വരുന്നുണ്ട്. പക്ഷെ നിന്റെ വീടുമായിട്ട് നീ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്താൽ നിന്റെ വീട്ടിൽ എടുത്തിരിക്കുന്ന ഫാൻ കറങ്ങും, ലൈറ്റ് പ്രകാശം. ഇങ്ങനെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. പക്ഷെ ആ സംഭാഷണം എനിക്ക് മനസ്സിലായി, അത് ഗ്രഹിക്കാനുള്ള കൃപയും എനിക്ക് നൽകി. എനിക്ക് മനസ്സിലായി ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരിച്ചു. ആ കർത്താവ് യേശുവിന്റെ മരണവുമായി എന്നെ ഒന്ന് കണക്ട് ചെയ്യണം. ഹല്ലേലൂയ. അവിടെയാണ് റോമാലേഖനം 10-ാം 9-10 വാക്യത്തിന്റെ പ്രസക്തി. ഇന്നലെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുമായിട്ട് ഒരാശയവിനിമയത്തിൽ ഏർപ്പെടാൻ എനിക്കിടയായി. ആ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കും സഭയ്ക്കും പകർന്നു കൊടുക്കണം എന്നാണ് വലിയൊരു ബോധ്യത. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് പകരം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, റോമാലേഖനം 10-ാം 9-10 വാക്യം, അവിടെ രണ്ട് കാര്യങ്ങൾ വായിച്ചതിനെ പറയാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും അടുത്തത് നോക്കണേ, ക്രൈസ്തവ ക്രിസ്ത്യാനിത്വത്തിന്റെ രണ്ട് തത്വങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. രണ്ട് തത്വങ്ങൾ. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നാണ്. രണ്ടാമത്തെ തത്വം ഏറ്റുപറയുക എന്നതാണ്. ബിലീവ് ആൻഡ് കൺഫസ്. വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. എന്ത് വിശ്വസിക്കണം? അത് കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവര് തത്ത പറയുന്ന പോലെ പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേ? പറയുമോ? എന്ത് വിശ്വസിക്കണം? പറഞ്ഞേ, പറഞ്ഞോ. ഹല്ലേലൂയ. പെൻസിലൊക്കെ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, എന്റെ പാപത്തിന്റെ കുറ്റവും ശിക്ഷയും ഏറ്റെടുത്ത് ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് യേശു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ
വചനവും പരിശുദ്ധാത്മാവും തമ്മിൽ സമ്മേളിച്ച് മരിച്ചു കിടക്കുന്ന എന്റെ ആത്മാവ് ജീവൻ പ്രാപിക്കും. അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. അങ്ങനെ ഒരു വീണ്ടും ജനനം നമ്മളിൽ എന്ത് ചെയ്യും? സംജാതമാണ്. ഞാൻ ആ വീണ്ടും ജനന അനുഭവം എന്റെ റൂമിൽ വെച്ച് ഞാൻ പ്രാപിക്കുക. അത് കഴിഞ്ഞ് ആ ഞായറാഴ്ച എൻ്റെ അപ്പനും അമ്മയും കൂടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു വാടക വീട്ടിലാണെന്ന് പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ നടക്കുന്നത്. ആ വീട്ടിലേക്ക് പോയപ്പോൾ ഇവരും പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോയില്ല. കാരണം ഇവർ രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് പോകുമെങ്കിലും ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ നിങ്ങളോട് കുഞ്ഞുങ്ങള് മാതാപിതാക്കളോടൊക്കെ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോഴെല്ലാം ഉപദേശിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ അവര് മർദ്ദനിക്കുന്നത് കാണുമ്പോഴും നിങ്ങൾ ഭാരപ്പെടരുത്. അവർ നിങ്ങൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറുമ്പോഴും ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ഒരു സന്ദർശനം, ഒരു വിസിറ്റേഷൻ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ അവർ കർത്താവിനെ അനുഗമിക്കുവാനില്ല. ഹല്ലേലൂയ. യാതൊരു സംശയ കാര്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരും കൂടെ ആരാധനയ്ക്ക് പോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ നിശ്ചലയിൽ വിശ്രമിക്കുന്ന മാവിളിക്കൽ രാജു തന്റെ ഭാര്യ എരിയമ്മ രാജു അക്കോടിയിലേക്ക് വായിച്ചുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്. പാസ്റ്റർ രാജൻ മാത്യു കൂട്ടായ്മയ്ക്ക് ലീഡർഷിപ്പ് പോയി. അങ്ങനെ വലിയ ആത്മീയ സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറയാനുള്ള സമയമായപ്പോൾ പാസ്റ്റർ രാജൻ മാത്യു എഴുന്നേറ്റിട്ട് ആദ്യം എന്റെ പേരെ വിളിക്കും. എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഡഗ്ലസ് എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ ഞാൻ ചെല്ലുന്നത്. അതിനു മുമ്പ് പെന്തക്കോസ് കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കയറി ചെന്ന എന്നോട് പാസ്റ്റർ രാജൻ മാത്യു പറയുകയാണ്, ഇപ്പോൾ ഡഗ്ലസ് എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളത്തിൽ ഒരു കർത്തദാസനാണല്ലോ പറഞ്ഞത്. സാക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെ പറയണമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ള എന്റെ കർത്തവ്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അറിയേണ്ട ഒരു വിഷയം. ഒരു കർത്തദാസൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കുക. പ്രായമുള്ള ഒരാള് നമ്മളോട് പറഞ്ഞാൽ അനുസരിക്കുക. ഇനി ബ്രാക്കറ്റിലിട്ട് കൂടെ പറയാം, ദൈവവചന പ്രകാരമുള്ളതാണെങ്കിൽ. ഹല്ലേലൂയ. വചനപ്രകാരമുള്ളതാണെങ്കിൽ അതിനോട് മത്സരിക്കരുത്, മറുതലിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്, താമസിച്ചനുസരിക്കാനും തയ്യാറാകരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനോട് പ്രതികരിക്കണം, അനുസരിക്കണം. സ്തോത്രം. അങ്ങനെ ഞാൻ എഴുന്നേറ്റു, എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. കണ്ണുനീരോൽ കുതിർന്ന് ഞാൻ അവിടെ ഇരുന്നു. അതെന്റെ തുടക്കമായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, 40 വർഷമായി, 41ാമത്തെ വർഷമാണ് ഈ കർത്താവിനെ ഞാൻ സേവിക്കുന്നത്. ദീർഘമേറിയ വർഷങ്ങൾ ഒരു സഭാ ശുശ്രൂഷകനായും അധ്യാപകനായും പല ഡിസിപ്ലിനിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി, അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ, പരസ്യങ്ങളും കൺവെൻഷനുകളും വേദികളിൽ ഒക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തെ സഹായിക്കും. എൻ്റെ ആരംഭ കാലഘട്ടത്തിലെ പ്രഭാഷണം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്പീഡായി. പക്ഷെ അധ്യാപക വൃത്തിയിലേക്ക് വന്നതിന് ശേഷം കാലങ്ങൾ കഴിയുന്നോറും എൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ മടുപ്പുണ്ടായതുകൊണ്ടല്ല, ശ്രോതാക്കൾക്ക് പറയുന്ന കാര്യം മനസ്സിലാക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിപ്പോൾ 1.5 മണിക്കൂർ നിങ്ങളോട് വചനം പറഞ്ഞ്
ആശീർവാദം പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഇട്ടാൽ, എക്സാമിനേഷൻ ഇട്ടാൽ, എത്ര പേര് ഞാൻ പറഞ്ഞത് പോലെ അത് എഴുതുമെന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നിങ്ങളിവിടെ ഇരിക്കുന്ന സമയം ഫുൾ അറ്റൻഷനോടുകൂടെ ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്താണ് എന്നിലൂടെ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഗ്രഹിക്കാനും അതിനോട് പ്രതികരിക്കുവാനും നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 10-ാം അധ്യായം ഒന്നെടുത്താണ്ട് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതില് പറയുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. 33-ാമത്തെ വാക്യം. വിശുദ്ധ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ചെന്ന് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ പത്രോസിനോട് കൊർന്നേലിയോസ് പറയുന്ന ഒരു മറുപടിയാണ് അതിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. വളരെ വ്യക്തമായി കൊർന്നേലിയോസ് പത്രോസിനോട് മറുപടി പറയുന്നു. അതിലെ 33-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ച്. ക്ഷണത്തിൽ പദം കണ്ടോ? ദൈവം തന്റെ ദൂതനിലൂടെ കൊർന്നേലിയോസിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, ക്ഷണത്തിൽ അതിനോട് പ്രതികരിക്കുക. അതെപ്പോഴും നമ്മൾ അടുത്തത് നീ വന്നത് ഉപകാരം. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ ഇവിടെ. പത്രോസ് നിന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. ദൈവ സന്നിധിയിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് പത്രോസ് നിൽക്കുന്നു. പത്രോസിനോട് ദൈവം കൽപ്പിച്ചത് പഠിപ്പിച്ചത് കേൾക്കാൻ അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു ബോധ്യത എപ്പോഴും ദൈവമക്കൾക്ക് ഉണ്ടാകണം. ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന XOY കർത്തൃദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള വാഞ്ഛയോടെ കർത്താവിന്റെ സന്നിധിയിലിരിക്കണം. ആ ആറ്റിറ്റ്യൂഡോടുകൂടെ, ആ മനോഭാവത്തോടുകൂടെ ഇരുന്നാൽ വെളിപ്പെടുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പിശാചിന് വചനത്തിന്റെ വെളിപ്പാടൊക്കെ അറിയാം. പിശാചിന് വചനത്തിന്റെ വെളിപ്പാടറിയാം. ഹല്ലേലൂയ. അത് പിശാചിന് വചനത്തിന്റെ വെളിപ്പാടറിയാം. 4 സ്ഥലത്തായിട്ട് വിത്ത് വിതയ്ക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആദ്യം വിത്ത് വിതച്ചതോടെ വടിയരികിലാണ്. ഈ വടിയരികിൽ വിത്ത് വിതച്ചു. നിങ്ങൾ അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, സിനോപ്റ്റിക് ഗോസ്പൽസ്, ഈ 3 സുവിശേഷങ്ങളിലും ഈ വിത്ത് വിതയ്ക്കുന്നതിന് ഉപമ പറഞ്ഞിട്ടുണ്ട്. അത് 3 കൂടെ ചേർത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മർക്കോസിൽ പറഞ്ഞിരിക്കുന്നത് മത്തായി പറഞ്ഞിട്ടില്ല, മത്തായി പറഞ്ഞതില് ലൂക്കോസിൽ പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ അക്കൗണ്ട്സ് എടുക്കാം. ഇത് 3 കൂടെ ചേർത്ത് നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഒത്തിരി ആത്മീക മർമ്മങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ പറയുന്ന കാര്യം എന്താ അറിയാം? ഈ പറവകൾ വന്ന് അല്ലെങ്കിൽ പിശാച് വന്ന് ഈ വിത്തുകൾ കൊത്തിപ്പറക്കിക്കൊണ്ടുള്ള കാരണം എന്താണെന്നറിയാം? നിങ്ങളതൊന്ന് ചേർത്ത് വായിച്ചോ. ഞാൻ പറഞ്ഞു പോകാം. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാതിരിക്കാൻ വചനം കൊത്തിപ്പറിക്കേണ്ട കൂടി. അപ്പോൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ
പ്രസംഗിക്കപ്പെടുന്ന വിതയ്ക്കപ്പെടുന്ന വിത്ത് അത് വിശ്വസിച്ച് നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ, അത് പ്രായോഗികമാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നന്മ പ്രാപിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇത് പിശാചിന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെ അലക്ഷ്യരാക്കി മാറ്റുക. ഹല്ലേലൂയ. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് നിങ്ങളോട് പറയാം, ഞാൻ എൻ്റെ ചർച്ചിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യത്തിൽ. ഞാൻ പ്രസംഗപീഠത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ദൈവങ്ങളോട് പറയും, നിങ്ങൾ ആരും നിങ്ങളുടെ വാച്ച് നോക്കരുത്, ആരും നിങ്ങളുടെ ക്ലോക്ക് നോക്കരുത്. പ്രസംഗം ആശീർവാദം പറയുന്നത് വരെ നിങ്ങളുടെ ബൈബിളിന്റെ സിപ്പ് നിങ്ങൾ ഇടരുത്. പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന കർത്തദാസൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഏത് സമയത്ത് നിർത്തണം, എങ്ങനെ ക്രമീകരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഡിസിപ്ലിനൊക്കെ സഭയ്ക്കകത്ത് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ച് നാം ക്രിസ്തുവിലായിത്തീരും. വളരെ ഹല്ലേലൂയ. ചിലവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരട്ടെ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്നാണ് നമ്മൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വേഗത്തിൽ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 37-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? 37, 38 വാക്യം. ദൈവത്തിന്റെ മക്കളെ, ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരാഴ്ച മുഴുവൻ ക്ലാസ് എടുക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒറ്റ വാക്യത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്താം. ഞങ്ങളുടെ അടുത്തുള്ള ചർച്ചോക്കോട് എന്ന് പറയുന്ന ഒരു സഭയിലെ ഒരു പാസ്റ്റർ ശശി എന്ന് പറയുന്ന മാന്യദേഹം സഭയുടെ ചാർജ്. ഇന്ന് അദ്ദേഹം കർത്താവിന്റെ പ്രാർത്ഥിച്ചു. ആ ദൈവവൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ നടക്കുന്ന ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്ന വീട്ടിൽ അവിടെയുള്ള ഒരു സഹോദരനെ വിളിച്ചു, പാസ്റ്ററെ, എന്റെ വീട്ടിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ താങ്കൾ ഒന്ന് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം ഒരു ദൂതും തരുന്നില്ല, ഒരു ദൂതും പോകേണ്ട സമയമായിട്ട് ദൂത് തരുന്നില്ല. മണിക്കൂറുകൾ വചനം പഠിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള 100 കണക്കിന് മെറ്റീരിയൽ ഉണ്ട് ഈ ഹൃദയത്തിൽ. 8 വർഷം സെമിനാരിയിൽ പഠിച്ച, ദീർഘവർഷങ്ങൾ അധ്യാപക വൃത്തി എന്ന ഒരു കർത്തദാസൻ എന്നുള്ള നിലയിൽ മണിക്കൂറുകൾ വെച്ചറിയാനുള്ള ഇതെല്ലാം ഈ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. നോട്ട് കൂടാതെ. പക്ഷേ ഒരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ചില മണിക്കൂറുകൾ ദൈവസന്നിധി ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച ദൈവം നൽകുന്ന ദൂതുമായിട്ടാണ് പോകും. ഹല്ലേലൂയ. എനിക്കത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ. പക്ഷെ ആത്മാവ് പറയുന്നത് പോകുക. ഞാൻ അവിടെ ചെന്നു, ഈ കർത്താവിന്റെ ദാസന്റെ തൊട്ടരികിൽ ചെന്നിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഈ ദേവദാസൻ ആത്മാവിലായി പെട്ടെന്ന് അന്യഭാഷകളൊക്കെ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ഒരല്പസമയം എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹം പിന്നീട് ഒരു പാട്ട് പാടിയില്ല, പ്രാർത്ഥിച്ചില്ല. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ കർത്താവിന്റെ ദാസന്റെ അരികിൽ വന്നിരുന്നപ്പോ ഇദ്ദേഹത്തിന്റെ അകത്ത് പകർന്ന ദൈവകൃപ എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതുകൊണ്ട് സമയം പറയുന്നില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും ശുശ്രൂഷമാണ്. ഇത് എന്റെ അവസരമാണ്. ഞാൻ അടുത്തിരിക്കുമ്പോൾ അടുത്ത് ചെന്നിരിക്കലും ആത്മാവ് എനിക്കൊരു വാക്യം വെളിപ്പെടും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു 3 മണിക്കൂർ പ്രസംഗിക്കും, അങ്ങ് അനുവദിക്കണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവർ, സാക്ഷികളുണ്ട്.
5 മണിക്കൂറാണ് ഞാൻ ഒറ്റ നിൽപ്പ് പ്രസംഗിക്കുന്നത്. 5 മണിക്കൂർ 5 മണിക്കൂർ. ഇന്ന് 5 മണിക്കൂർ ഞാനിവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ 1 മണിക്ക് പോകാമെന്നുള്ള ചിന്തയിലായിരിക്കാം വന്നത്. പക്ഷേ ആത്മാവ് ഇവിടെ ശക്തമായി പരിവർത്തിച്ചാൽ നിങ്ങൾ ഇന്ന് രാത്രിയായാലും സഭാകൂടം വിട്ടു പോകുന്നില്ല. നിങ്ങളുടെ അകത്തൊരു പുറവെറുപ്പ് പോലും വരില്ല. നിങ്ങളുടെ അകത്തൊരു ദേഷ്യം പോലും വരില്ല. പാസ്റ്ററെ, ഞങ്ങളൊക്കെ പ്രായമുള്ളവരുണ്ട്, ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരുണ്ട്, അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ എന്നൊരു ചിന്ത പോലും വരില്ല. നിങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് ആശീർവാദം പറഞ്ഞാലും നിങ്ങൾ പോകാൻ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ചുറ്റിപ്പറ്റി ഇതിനകത്ത് നിൽക്കും. ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നടുവിൽ ആവർത്തിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഉണർവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദിവസം നടത്തിയ മീറ്റിംഗ് നിർത്താൻ കഴിയാതെ 2 ദിവസം 3 ദിവസം, എന്തിനേറെ പറയുന്നു, 1 മാസം വരെ നീണ്ട ചരിത്രം കേരളത്തിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ART അതിശയത്തെ പോലുള്ള കർത്തൃദാസന്മാരുടെ ആത്മീക നേതൃത്വത്തിൽ നടന്ന പൂവത്തൂർ ഉണർവൊക്കെ ആ ചരിത്രമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ തുടങ്ങിയത് 1-2 ദിവസത്തേക്ക്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. അതൊക്കെ നമ്മുടെ നടുവിൽ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിർത്താൻ കഴിയാത്തൊരു ആത്മാവിന്റെ പ്രവാഹം വെളിപ്പെട്ടു വരുന്ന അനുഭവം ഉണ്ടാകും. ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കട്ടെ. അങ്ങനെ ഒരു വലിയ ആത്മഫലർച്ചയുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിയന്ത്രിക്കാൻ കഴിയാത്ത ആത്മപകർച്ച, ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആത്മപകർച്ച, ജനങ്ങൾ പൊട്ടിക്കരയുന്ന ഒരു ആത്മീക പകർച്ച, കുറവുകളെ ഏറ്റുപറയുന്ന ഒരു ആത്മപകർച്ച, ഉടന്തന്മാർ നടക്കുന്നത്, ചെറുടന്മാർ അവ കേൾക്കുന്നത്, അവ കുരുടന്മാർ കാണുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളുടെ ആത്മശുശ്രൂഷകൾ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം. അത് സംഭവിക്കുന്നതിന്റെയും വിശ്വസിച്ച് സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വലിയ ഔട്ട്പോറിംഗ് നിങ്ങളുടെ നടുവിൽ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നു, ഇവരൊക്കെ മിടുക്കരാണ്. ഇവരൊക്കെ നല്ല ഒരു കുസൃതിയില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. മിടുക്കരാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് എത്തുമ്പോൾ കൊച്ചുങ്ങളെ പാട്ട് പാടിയിട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടിയിട്ട് സംസാരിച്ചു ഇരിക്കുകയാണ്. പക്ഷെ ആത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടായപ്പോൾ ഞാൻ കാണുന്നത് അറിയാം, ഈ കുഞ്ഞുങ്ങളൊക്കെ പൊട്ടിക്കറിയും, കുഞ്ഞുങ്ങളൊക്കെ വാവിട്ട് കറിയും, എന്തൊക്കെയോ കാണുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അവരുടെ മുഖം നോക്കിയത് ഞാൻ ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എന്നിട്ട് സാക്ഷ്യം പറയാം. കുഞ്ഞുങ്ങൾ പറഞ്ഞ ആ സാക്ഷ്യം ഭയങ്കരമാണ്. അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഒരു സന്ദർശനം നമ്മുടെ തലമുറകളിലൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ കേട്ടോ. നിങ്ങൾ ഭാഗ്യവാന്മാരാ. അവരവരെ തന്നെ സൂക്ഷിക്കുന്നവരായിട്ട് മാറും. ആ ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് വീണ്ടും തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ആളുകളിലേക്ക് ചെന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ദൈവസഭ ഭൂമിയിൽ ആരംഭിച്ച ദിവസം ഏതാണ്? കുഞ്ഞുങ്ങൾക്ക് അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഏത് ദിവസമാണ് സംഭവമില്ല? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് കർത്താവായ യേശു പ്രവചിച്ച തന്റെ സഭ ഭൂമിയിൽ ആരംഭിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ
നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമായി അപ്പോസ്തല പ്രവൃത്തി ദൈവസഭയുടെ 29-30 വർഷത്തെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, കർത്താവ് യേശുവിന്റെ വാക്ക് കേട്ട് യെരൂശലേം വിട്ടുപോകാതെ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന വിശുദ്ധ മറിയം, കർത്താവ് യേശുവിന്റെ സഹോദരി സഹോദരന്മാരും അപ്പോസ്തലന്മാരും ഉൾപ്പെടുന്ന 120 പേർ കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ 80-ാം ദിവസം, കർത്താവ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തതിന്റെ 10-ാം ദിവസം, on the day of Pentecost, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഈ ഭൂമിയിൽ പാതാള ഗോപുരത്തിന് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു സഭ അവിടെ ഉടലെടുക്കാനിടയായി. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത്. പാതാള ഗോപുര ശക്തികൾക്ക് തകർക്കാൻ കഴിയാത്ത ഒരു സഭ ഹല്ലേലൂയ അവിടെ ഉടലെടുക്കാനിടയായി. ആ സഭ യെരൂശലേമിലാണ് ഉടലെടുത്തത്. ആ സഭ യെരൂശലേമിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഭ മുഖാന്തരം സുവിശേഷവും ദൈവശക്തിയും വ്യാപരിക്കുവാനിടയായി. അങ്ങനെ 3000 പേർ, 5000 പേർ, അത് 10,000-ആയി യെരൂശലേം മുഴുവൻ ഈ സഭയുടെ അകത്തുനിന്ന് ഒഴുകിയ ജീവജല നദി യെരൂശലേം പട്ടണത്തെ പിടിച്ചുകൊടുക്കാൻ തുടങ്ങി. 1000-ങ്ങളായി 10,000-ങ്ങളായി സഭ വളരാൻ തുടങ്ങി. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. നിങ്ങളൊന്ന് വളരെ ആഴത്തിലൊന്നോ ഞാനത് വിശദീകരണത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ സഭ ഉണ്ടല്ലോ. ഈ സഭ യെരൂശലേമിൽ നിന്ന് ശബരിയിലേക്ക് വന്നു. ഈ സഭ റോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് വന്നു. ഈ സഭ അതറിയപ്പെടുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരുവാനിടയായി. ആ 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഉടലെടുത്ത സഭയുടെ ആ ഒരു പിന്തുടർച്ചയാണ് ഈ സ്ഥലത്ത് ആരംഭിച്ച ഈ സഭയിൽ. എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതിന്റെ ഒരു പിന്തുടർച്ചയാണിത്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് 2 ഡൈമെൻഷൻ ഉണ്ട്. ഒന്ന് യൂണിവേഴ്സൽ ഡൈമെൻഷനാണ്, 2 ലോക്കൽ ഡൈമെൻഷനാണ്. ഒരു സാർവത്രികമായ മാനവുമുണ്ട്, ഒരു പ്രാദേശിക മാനവുമുണ്ട്. സ്തോത്രം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവസഭ ആഗോള വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സകല ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ദൈവസഭയുടെ അംഗമായി ദൈവസഭ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് 7 ഭൂഖണ്ഡങ്ങളിൽ ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്വാതന്ത്ര്യ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സഭാ വളർച്ച നടക്കുന്നത് പീഡിത രാജ്യങ്ങളിലാണ്. അവൻ സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ കഴിയുന്ന ഭാരതം പോലെയുള്ള മറ്റ് ഇതര രാജ്യങ്ങളിലുള്ള ദൈവമക്കളെക്കാൾ വചന വെളിപ്പാടുകൾ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നത് പീഡിത സഭകളിലുള്ള ദൈവമക്കൾക്കാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? അങ്ങനെ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കോടാനുകോടി മനുഷ്യർ എത്ര സാക്ഷികളായി. പക്ഷേ ഈ സഭ ഇന്നും പരാജയപ്പെട്ടു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ലോക്കൽ സഭകൾ ഒരു പ്രാദേശിക സ്ഥലങ്ങളിൽ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് ആലപിക്കുക. നാരകത്തോടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ ആരംഭിച്ച ഈ സഭയ്ക്കായിട്ട് ഞാൻ സ്വന്തം ചെയ്യുക. ഈ തയ്യെ
ദൈവമാണ് നട്ടത്. ഇവിടെയുള്ള ഒരു മെമ്പേഴ്സുമല്ല, ഒരു അംഗങ്ങളുമല്ല ഈ സഭ സ്ഥാപിച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങളെ ഒരു മുഖാന്തരമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ. സഭ കർത്താവിൻ്റെതാണ്. ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലേക്ക് വരുന്ന ദൈവമക്കള് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടെയാണ് പോകുന്നത്, ഞങ്ങള് ഡഗ്ലസ് പാസ്റ്ററുടെ ചർച്ചിലാണ്. സ്വാഭാവികമായിട്ട് അതിനെ പറയും. പക്ഷേ അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സഭ ഡഗ്ലസ് പാസ്റ്ററുടെ അല്ല. ഓരോ ലോക്കൽ സഭകളും ആ സഭയിലുള്ള ഏതെങ്കിലും ശുശ്രൂഷകര് ഇവിടെയല്ല, ഏതെങ്കിലും വിശ്വാസികളല്ല, അതെല്ലാം കർത്താവിൻ്റെതാണ് സഭ. ഹല്ലേലൂയ. എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വിശ്വാസികൾ കൃപയിൽ വന്നിട്ട് പിന്മാറി പോകുന്നത് കണ്ടുണ്ട്. കുടുംബമായ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പിന്മാറി പോകുന്നത് കണ്ടുണ്ട്. ലോക്കൽ സഭകൾ ചിതറി തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ എന്റെ സഭയിൽ പറയും പാതാള ഗോപുരങ്ങൾ ജയിക്കും. പക്ഷെ ചില ലോക്കൽ സഭകൾ ചിതറി പോകുന്നില്ലേ, ചില കുടുംബങ്ങൾ പിന്മാറി പോകുന്നില്ലേ, ചില വ്യക്തികൾ പിന്മാറത്തിൽ പോകുന്നില്ലേ? എന്താ ഇതിന്റെ കാരണം? ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിൽക്കണമെങ്കിൽ ആ വിശ്വാസി അറിയേണ്ട കാര്യങ്ങൾ അറിയുകയും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു കുടുംബം വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ ആ കുടുംബം അറിയേണ്ട കാര്യങ്ങൾ അറിയണം, അത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കണം. ഒരു ലോക്കൽ സഭ ക്രിസ്തുവിന്റെ നാളോളം നിൽക്കണമെങ്കിൽ അതിനെ വിശ്വാസികൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ ആ സഭയ്ക്ക്, ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ വേർതിരിച്ച നമ്മളെ സഭയോട് ചേർക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആ സ്തോത്രം, ഒരു ദുഃഖം നമ്മുടെ മേൽ നിന്ന് ഒടിച്ചു കളഞ്ഞു കർത്താവ്, അല്ലേ? സ്തോത്രം. എന്നിട്ട് നമ്മൾ സ്വതന്ത്രരായിട്ട് വിടുകയല്ല ചെയ്തത്, കർത്താവിന്റെ ദുഃഖം നമ്മുടെ മേൽ വെച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് മാത്രമല്ല സ്വീകരിക്കുന്നത്, കർത്താവായിട്ട് കൂടെയാണ് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി അർത്ഥം, ഇന്നു മുതൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കില്ല, എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അക്കമരം തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇപ്പൊ നമ്മളിവിടെ സഭയാണ് കൂടിയിരിക്കുന്നത്. ഈ സഭയ്ക്കകത്ത് വ്യക്തികളുണ്ട്, കുടുംബങ്ങളില്ല. പക്ഷെ നമ്മുടെ രജിസ്റ്ററിലെ കുടുംബങ്ങളുണ്ട്, സഭയ്ക്കകത്തെത്തില്ല. എല്ലാവരുടെ കുടുംബം നമ്മുടെ രജിസ്റ്ററിൽ നാരകത്തോടും യൂണിയൻ ചർച്ചപ്പോഴും ലോക്കൽ സഭയിൽ അതിന്റെ രജിസ്റ്ററിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരും കുടുംബമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ സഭയ്ക്കകത്ത് കുടുംബമില്ല കേട്ടോ. സ്തോത്രം. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് സഭയോട് ചേർക്കുന്നത്, വ്യക്തികളെയാണ് ചേർക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്? അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തി ആ രക്ഷയിൽ നിലനിൽക്കുവാനും ആ കൃപയിൽ വളരുവാനും വചനം പറയുന്ന അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷയിൽ വളർന്ന് കൃപയിൽ നിലനിന്ന് ആ അതിന്റെ പരിപൂർണതയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് ഓരോ വ്യക്തികളും പറഞ്ഞിരിക്കണം. ഭർത്താവിനെ ചാരി, ഭാര്യയെ ചാരി, മാതാപിതാക്കളെ ചാരി വിശ്വാസ ജീവിതം നയിക്കാൻ പോകരുത് കേട്ടോ.
Praise the Lord. ഒരുപക്ഷെ മാതാവായിരിക്കാം, ഒരുപക്ഷെ പിതാവായിരിക്കാം, ഒരുപക്ഷെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരാൻ മുഖാന്തരമായി തീരുന്നത് എങ്കിലും അവയെ കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ യേശുവിനെ സേവിക്കുന്നത് എന്റെ അപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. ശമരിയാക്കാരി പറയുന്നതുപോലെ പറയണം, നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ തന്നെ അവനെ കേട്ടു, ഞങ്ങളെ തന്നെ അവനെ കണ്ടു, ഞങ്ങൾ തന്നെ അവനെ സ്പർശിച്ചു, അതുകൊണ്ട് ഞങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആത്മവളർച്ചയുള്ളവരായി ദൈവത്തിന്റെ മക്കൾ മാറണം. അതാ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. ഓരോ വ്യക്തികൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കും. ഒരു പിതാവാണ് മരിച്ചത്. ആ ഫ്യൂണറൽ സർവീസിൽ ഒത്തിരി പേര് വരും, ദേവദാസന്മാരും വരും. എന്നിട്ട് പറയും, ഈ പിതാവിനെ തേജസ്സുള്ളവനായി മഹത്വപൂർണ്ണനായി ഒരിക്കൽ ഈ മാതാവിനെ കാണാൻ പറ്റും, ഈ കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. അപ്പനെ അതൊക്കെ നമ്മൾ പറയാറുണ്ട്, ആശ്വസിക്കില്ല. പക്ഷെ ശ്രദ്ധിച്ച്, നിത്യതയിലേക്ക് ചെന്നാലേ അവിടെ കുടുംബമൊന്നുമില്ലെന്ന്. അയ്യോ, എന്റെ ഭർത്താവാണല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കെട്ടിടത്തിൽ പാർക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും കൂടെ താമസിക്കാൻ പറ്റില്ല. അപ്പനും അമ്മയാണെന്ന് വിചാരിച്ച് അവിടെ പാർക്കാൻ പറ്റില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഏകദേശം ഒരേ പ്രായമായി. 80 വയസ്സും 90 വയസ്സുള്ള ആള് മരിച്ചാലും അവിടെ ഒറ്റ പ്രായത്തിലാണ് എല്ലാവരും. 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചാലും ഒറ്റ പ്രായമാണ്. എല്ലാവരും ദൂതതുല്യ. എത്ര പേർക്ക് മനസ്സിലായി? ഈ കുടുംബ ജീവിതമൊക്കെ ഇവിടെ കൊണ്ട് തീരും, അവിടെ കുടുംബ ജീവിതമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പറയും, അക്കരെ നാട്ടിൽ ഒരു കുടുംബ ജീവിതമുണ്ട് എന്ന് വിചാരിച്ച് ഒന്നും ജീവിക്കേണ്ട അവിടെ ഇല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പട്ടിയും പൂച്ചയും കളിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കാം. മനസ്സിലായില്ലേ? പട്ടിയും പൂച്ചയും രണ്ടും നേരെ കണ്ടച്ചിട്ടും, പക്ഷെ ഒരു കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഹലോ, എല്ലാവരും കൊണ്ടോ? ഈ ഭൂമിയിലെ പട്ടിയും പൂച്ച കളിക്കരുത് കേട്ടോ. പട്ടിയും പൂച്ച ആകെ 50-60 വർഷമായിരിക്കും ഭാര്യ ഭർത്താവൊക്കെ ജീവിക്കുന്നത്. സന്തോഷത്തോടെ ജീവിക്കും, ആനന്ദത്തോടെ ജീവിക്കും. ഈഗോയൊക്കെ വിട്ട് അന്യരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആമെ ശുശ്രൂഷിച്ചും ഒക്കെ ജീവിക്കുക. ഇവിടെ കൊണ്ട് ആമെ കുടുംബ ജീവിതമൊക്കെ അവസാനിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഒരു നാൾ നശ്വര ലോകം അങ്ങേ കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് വല്ല സൗന്ദര്യപ്പെടുത്തുമോ മാനസിക ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ് നിരപ്പുകൾ പ്രാപിച്ചു. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതേ രീതിയിൽ മറ്റുള്ളവർക്ക് പെരുമാറാൻ പറ്റുന്നില്ല.
വ്യത്യസ്തരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളും പെരുമാറ്റങ്ങളും മറ്റിരുന്നവരുന്നുണ്ടാകും. പക്ഷെ നീ ക്രിസ്തുവിൽ വളരുന്നെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനതകളെ ക്ഷമിക്കാനും ചുമക്കാനും തയ്യാറാണ്. വളരെ ആഴത്തിലൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഈ ചിരിക്കുന്നവനെ നോക്കി ചിരിക്കാൻ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു കൃപയുണ്ട്. അച്ഛൻ എന്നെ നോക്കി ഞാൻ അതിന് പ്രത്യേകമായ കൃപയൊന്നും വേണ്ട, നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രാപ്തി ഉണ്ട്, അതിന് ഒരു കഴിവുണ്ട്. പക്ഷെ എന്നെ നോക്കി കൊഞ്ഞനെ കാണിക്കുന്ന ആളെ, എന്നെ നോക്കി ദേശത്തോടെ നോക്കുന്ന ആളെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണമെങ്കിൽ എന്നിൽ ദൈവകൃപ വേണം. ഈ ലോകത്തിലെ മനുഷ്യർ സ്വാഭാവികമായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യർക്ക് അവന്റെ പ്രകൃതിയിൽ കഴിയാത്ത കാര്യം അവയെ സാധ്യമാകേണ്ടതിനാണ് വീണ്ടും ജനനം എന്ന പ്രക്രിയയിലൂടെ ഒരു പുതിയ ശക്തിയായി ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞ കാര്യമില്ല. ആരെങ്കിലും നിങ്ങളോട് ഒരു നാഴികയുടെ കൂടെ വരാൻ പറഞ്ഞാൽ നിങ്ങൾ 2 നാഴികയിലോ. ഒരു റോമൻ പടയാളി വന്നിട്ട് പറയാൻ, ആ കാലഘട്ടത്തിലേക്ക് അങ്ങനെയായിരുന്നു. ഈ റോമൻ പടയാളികൾ വരുമ്പോൾ അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ കെട്ടെടുത്ത് അവരുടെ കൈ കൊടുക്കും. എന്നിട്ട് ഒരു കൽപ്പന, എന്റെ കൂടെ ഒന്ന് വരണം. വനത്തിലെന്ന് പറയാൻ പറ്റുമോ? വനത്തിലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്രമിക്കണം. അതുകൊണ്ട് ആ കെട്ടും പിടിച്ചുകൊണ്ട് പോകുക. നിങ്ങൾ ആ പോകുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ച് അവന്റെ മുഖം നോക്കിക്കുന്നത് ഒരു ദേഷ്യമാണെന്ന് അറിയാമോ? അവന്റെ ചുണ്ടൊക്കെ ഇങ്ങനെയൊന്ന് പൊറുകൊടുക്കുന്നുള്ളൂ. ഇവര് റോമൻ പടയാളിയായി പോയി ഇവരെ നശിപ്പിച്ചു കളയുന്നു. പക്ഷെ വല്ല പറയാൻ പറ്റുമോ? ഇങ്ങനെ പെറുവറുത്തും ശാപിച്ചും ഒക്കെയാണ് ഈ കൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു നാഴിക ചെന്ന് ആ ചുമടങ്ങളെ ഇറക്കി വെക്കുന്ന സെക്കൻഡിൽ ഇവരോട് ഒറ്റ ഓട്ടമാണ്. പ്രവൃത്തും ശമിച്ചൊക്കെ പോകും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരെ ചുമന്ന് പോകണം. എന്നിട്ട് അവര് ഇറക്കി വെക്കാൻ പറയുന്നത് പോലെ, സാറേ ഇനി കുറച്ചുകൂടെ പോണെങ്കിൽ ഐ ആം റെഡി, ഞാൻ കൊണ്ടുവന്ന് ആക്കാട്ടോ. അപ്പം തന്നെ അവര് തിരിഞ്ഞു പറയും, അറിയ ക്രിസ്ത്യൻ, നീ ക്രിസ്ത്യാനിയാണോ? വീഡിയോ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? അങ്ങനെ നിങ്ങൾ വളരണം, അങ്ങനെ നിങ്ങൾ വളർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. യോഗ്യരായവർക്ക് നന്മ ചെയ്തു. യോഗ്യനാണോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കണം. യോഗ്യനാണെന്ന് കണ്ടാൽ നിങ്ങൾ നന്മ ചെയ്യും. നിങ്ങളിൽ നിന്ന് നന്മ പ്രാപിച്ചവർ അവരിൽ നിന്നൊരു ചിരി പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ചിലപ്പോൾ ചിരി ലഭിക്കില്ല. അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഒരു ചിരി കിട്ടിയാൽ പ്രതിഫലം പോയി. എന്നാൽ ദൈവത്തിനുള്ള പ്രതിഫലത്തിനു വേണ്ടി മാത്രം നന്മ ചെയ്യുന്നവരായിട്ട് ദൈവത്തിന് മക്കളമാണ്. അത് ദൈവം നമ്മളെ പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് നന്മ ചെയ്തു, അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ കൂടെ കിട്ടും. ആമേൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ ആർക്ക് ദോഷം ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഇനി വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിന്റെ ആത്മീക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. 2, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്. 3-ാമത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന മനുഷ്യന് ഒരിക്കലും ദോഷം ചെയ്യരുത്.
നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന മനുഷ്യന് ഒരിക്കലും ദോഷം ചെയ്യും. എല്ലാവരും തോന്നുന്നു. സ്തോത്രം. Praise the Lord. അടുത്ത ഒരു ചിന്ത പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവന് നിങ്ങൾ ദോഷം ചെയ്താൽ നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുമാറില്ലെന്ന് പറയുന്നു. വളരെ ആൾക്ക് പഠിക്കുന്നേ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവന് നിങ്ങൾ ദോഷം ചെയ്താൽ നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുമാറില്ല. ബൈബിളിലെ സത്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ സാമാന്യ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അതിനുള്ള കൃപ നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുവാനിടയാകും. അതാ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. ഇതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ വിശുദ്ധ ആ പത്രോസിലൂടെയുള്ള പ്രസംഗം കേട്ടപ്പോൾ അവരുടെ ഉള്ളത്തില് കുത്തുകൊണ്ടെന്നാണ് അല്ലേ. എന്നിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. ഇന്നലെ രാത്രി അവസാനം ഞാൻ കൊണ്ടുവന്നതാണ്, യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിവർത്തിച്ചാൽ, യഥാർത്ഥമായി വചനത്തിന്റെ കുത്ത് ആരെങ്കിലും ഉണ്ടായാൽ അവരിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാചകം ഇതായിരിക്കും, ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തു ചെയ്യണം. കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനേക്കാൾ എപ്പോഴും കൊടുക്കുന്നതാണ് നല്ലത്. ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക, മനുഷ്യരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുക. എന്റെ ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്നത് ദൈവം തിരഞ്ഞെടുത്ത ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലൂടെയാണ്. രക്ഷിക്കപ്പെട്ടവരിലൂടെയും രക്ഷിക്കപ്പെടാത്തവരിലൂടെയും ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ. അത് യാതൊരു സംശയവുമില്ല. രക്ഷിക്കപ്പെട്ടവരിലൂടെയും രക്ഷിക്കപ്പെടാത്തവരിലൂടെയും ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ. അതെപ്പോഴും തിരിച്ചറിഞ്ഞോണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ ചില രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ രക്ഷിക്കപ്പെട്ടവരെക്കാളും നല്ല സ്വഭാവമുള്ളവരായിട്ട് പോകും. അപ്പൊ നമ്മൾ പറയാമോ, അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണല്ലോ, എന്തൊരു സ്വഭാവം, എന്തൊരു ഭവ്യത, എന്തൊരു താഴ്മ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, എത്ര നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരാണെങ്കിലും രക്ഷിക്കപ്പെടാതെ ആർക്കും നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റില്ല. വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം. ആ ചോദ്യം നിങ്ങളിൽ ഇടക്കിടക്ക് പൊങ്ങി വരുന്നുണ്ടോ? ആത്മാവ് ഇടപെടുമ്പോൾ പൊങ്ങി വരുന്നത്, കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോഴായിരിക്കും ദൈവാത്മാവ് പറഞ്ഞ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് ഈ ചുറ്റുപാടുകളിൽ നിന്ന് കട്ടയൊക്കെ വിരിക്കുക സഭയ്ക്ക്. അല്ലേ? ഇല്ലെങ്കിൽ പറയുന്നത് മറ്റാരെങ്കിലും ഒന്ന് സഹായിക്ക്, ഒരു കൺവെൻഷൻ വയ്ക്ക്, ഒരു ടീം വർക്ക് വയ്ക്ക്, ദേശം പിടിപ്പിക്കപ്പെടട്ടെ. ഇങ്ങനെ ചോദിക്കുന്നവരോട് ദൈവം എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടും. ദൈവം ചെയ്യാൻ ആവശ്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവം തന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ നിങ്ങളെ അതിന്റെ ഒരു പങ്കാളിയാക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോളൂ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒറ്റ വാക്ക് കൊണ്ട് ഈ പ്രമാണ ഘടകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് ഒരു കൂട്ടുവേലക്കാരന്റെ ആവശ്യമില്ല. പക്ഷേ എന്നെ നിങ്ങളെ കൂട്ടുവേലക്കാരാക്കുന്നെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന പദവിയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിച്ചു ആരാധിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ്.
ദൈവത്തിന് വേണമെങ്കിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ ആരോടൊന്നും പറയാതെ തനിക്ക് ചെയ്യാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഈ ഭൂമി മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ തന്റെ പ്രതിനിധിയായി ഈ ഭൂമി അടക്കി വാഴാനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ഭൂമി അടക്കി വാഴാൻ മനുഷ്യരിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വാഴാനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്യാനുള്ള പദ്ധതി എന്നിലൂടെ നിങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ! ഈ ഒരു ബോധ്യത നമുക്കുണ്ട്. അങ്ങനെ വന്നപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, പത്രോസിന്റെ പ്രസംഗം ഈ ഒരു വലിയ ഓഡിയൻസ് ആണ് കൂടിയിരിക്കുന്നത്. പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗം ഇന്നത്തെ പ്രസംഗം പ്രസംഗില്ല. പത്രോസ് എന്താ പ്രസംഗിച്ചത് അറിയാമോ? അയച്ച് ആദ്യത്തെ വാക്യം അവിടെ കാണുന്നു. എന്തോടെ കാണുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ഇത് കേട്ട് അവര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് കൊടുത്തത് അടുത്തത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്തോത്രം. നിങ്ങൾ നരച്ചു നോക്കി, സഭയുടെ ആദ്യത്തെ പ്രസംഗം പ്രസംഗിക്കാൻ ദൈവത്താൽ കൃപ ലഭിച്ച പത്രോസ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ജനത്തോട് ആദ്യം പറയുന്നത് മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ദൈവമായിട്ട് കണക്ട് ആകാൻ പറ്റില്ല. ധനവാൻ യാതനാസ്ഥലത്ത് പോയത്, ലാസർ അബ്രഹാമിന്റെ വഴിയിൽ പോയത് ദരിദ്രനോ ധനവാനായതുകൊണ്ടല്ല. ചില ആൾക്കാർ പറയുന്നത് പോലെ ഞാൻ ഈ ഭൂമിയിൽ ഭയങ്കര കഷ്ടമാകുമ്പോൾ, ചില സഹോദരിമാരിങ്ങനെ പറയും എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു ഈ ഭൂമിയിൽ പൊടി പോലും കാണുന്നില്ല. ഞാൻ അനുഭവിച്ച കഷ്ടത ഭൂമിയിൽ ആരും അനുഭവിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഞാനിവിടെ ദരിദ്രനായതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ വസ്ത്രം കൊടുക്കാനോ നല്ല പാർപ്പിടം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാമെന്ന. അങ്ങനെയല്ല. സ്തോത്രം. അവിടെ ഒരൊറ്റ കാര്യം കൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ്. ദരിദ്രനോ സമ്പന്നനോ ആകട്ടെ മാനസാന്തരപ്പെടും. ഇനി ഒരു ആത്മീയ ഉപദേശം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചു. ഈ സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് കയറി. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് സക്കായി പറയുന്നത് അറിയാം, എന്റെ സ്വത്തിൽ പകുതി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം. അടുത്ത വാക്ക് പറഞ്ഞു, അന്യായമായി ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലെ സമ്പന്നന്മാരൊക്കെ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്താലേ കർത്താവിനെ അനുഗമിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് നാണത്തിൽ പിടിച്ച് ഈ സക്കായി യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് താനൊരു ടാക്സ് കളക്ടറാണ് അല്ലേ, ചുങ്കക്കാരനാണ്. ആ ചുങ്കക്കാരനായി ജീവിക്കുമ്പോൾ താന് 10 രൂപ ചുങ്കം ഭരിക്കുന്ന സ്ഥലത്ത് 100 രൂപ കുത്തിപ്പിടിക്കുക. അങ്ങനെ ഉണ്ടാക്കിയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ളക്കണക്കെഴുതിയോ കരിച്ചെന്ന് നടത്തിയോ സഹോദരങ്ങളെ വഞ്ചിച്ചോ മാതാപിതാക്കളെ കളിപ്പിച്ചോ മറ്റുള്ളവരുടെ സ്വത്ത് അനധികൃതമായി പിടിച്ചെടുത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ അതെല്ലാം വിട്ടുപിടിഞ്ഞേ പറ്റത്തുള്ളൂ. സംഘടനയ്ക്കകത്ത് ജീവിക്കാം, പക്ഷേ സഭയ്ക്കകത്ത് ജീവിക്കാം. സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പോടുകൂടെ ഒക്കെ ജീവിക്കാം, പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റില്ല. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നല്ല ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് സത്യസന്ധരായി ജീവിച്ച്
കർത്താവിന് വേണ്ടി നിന്ന അല്ലെങ്കിൽ അറിഞ്ഞ പരിജ്ഞാനത്തിൽ സത്യസന്ധരായൊക്കെ ജനിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കിയവരാണെങ്കിൽ ദൈവം അതൊന്നും വിറ്റുപറക്കി കൊടുക്കാൻ പറയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പക്ഷേ അനധികൃതമായിട്ട് ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഉപ്പുചരട്ട ഉണ്ടെങ്കിൽ ഉപ്പുചരട്ട കാണിച്ചുകൊണ്ട് ദൈവാത്മാവരെ എടുത്തു കള ഇത് നിന്റെ വീട്ടിലിരിക്കുന്നിടത്തോളം നിങ്ങൾ ദോഷത്തിൽ എത്ര പേര് മനസ്സിലാക്കുന്നു? ഇന്ന് ഭാഷായിരിക്കുന്ന ഒരു സഹോദരൻ ഒരിക്കലും എന്നെ ഫോൺ ചെയ്തു. നമ്മുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ആൾ കൂടിയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു ഫാൻ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ ആർക്കെങ്കിലും കൊടുക്കുക. പുള്ളി ചെറിയൊരു കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു ഫാൻ അയച്ചെന്ന് വന്ന. ഹലോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫാൻ അടിയിൽ കിടക്കുമ്പോഴല്ലേ ഈ ഫാൻ എന്തെങ്കിലും നോക്കുമ്പോൾ അതിനകത്ത് പിശാചിരിക്കുന്നതാണ്. മനസ്സിലാകുന്നു? മനസാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നെങ്കിൽ നീ കുറ്റക്കാരനാണ്. ഹലോ, നല്ലൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഫാൻ അടിച്ചു കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കൊടുത്തു പ്രശ്നം തീർന്നു. മനസ്സിലായോ? പണ്ടൊരു അപ്പച്ചനെ റബ്ബർ തോട്ടത്തിലൂടെ കുറച്ച് ഇറച്ചി കഴിച്ചിട്ടുണ്ട്. ഒരു പട്ടി പുറകെ കുറച്ചുകൊണ്ട് അപ്പച്ചന് ഓടി, പട്ടി വിടത്തില്ല. അങ്ങനെ കുറച്ച് ഓടി കഴിഞ്ഞപ്പോ അപ്പച്ചന് മനസ്സിലായി പട്ടി വരുന്ന ഇറച്ചി വേണ്ടിയാണ്. ഇത്തിരി ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പട്ടി ആ ഇറച്ചി കിടന്ന് അപ്പച്ചനിൽ നിന്ന് ശ്രദ്ധ മാറി ഇറച്ചിയിലേക്ക് കഴിക്കാൻ പോയി. അപ്പച്ചൻ പോയി. പിന്നെ ശ്രദ്ധിച്ചേ, നിന്നെ പിശാചികളെ ഇട്ട് ഓടിക്കുന്നുണ്ടോ? രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? വിശ്വാസിയാ, ദുസ്വപ്നം കാണുന്നു. രാത്രിയിൽ കിടക്കുമ്പോ ഭയമുണ്ടോ? മരണഭയം നിന്നെ അലട്ടുന്നുണ്ടോ? ആത്മഹത്യ ചിന്തകൾ വല്ലപ്പോഴും കയറി ഇറങ്ങുന്നുണ്ടോ? അതിന്റെ അർത്ഥം നിന്നെ പിന്തുടരുന്ന വൈശാലിക ശക്തിയുണ്ട്. അതിനെ അകറ്റണമെങ്കിൽ നിന്റെ അകത്തുള്ള അവന്റെ ചരക്കെടുത്ത് പുറത്തു കളയണം. എന്നാൽ അവൻ വിട്ടുമാറും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനാണ് കഴിയും? അല്ലാതൊന്നും പോകത്തില്ല, പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. വളരെ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അഭിഷക്തന്മാർ കാല് വെച്ചാൽ പൈശാചിക മണ്ഡലങ്ങളൊക്കെ തകരും, അനുഭവിക്കുന്ന ആളാണ്. പക്ഷേ ഒരു വ്യക്തികളുടെ അകത്തുള്ള പൈശാചിക പോരാട്ടമൊക്കെ പറഞ്ഞെങ്കിൽ ആ വ്യക്തി കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിക്കണം, മുട്ടുമടക്കേണ്ടതുപോലെ മുട്ടുമടക്കണം, താഴ്മയോട് കരയണം, നെടുമ്പാട് വീണം ക്രമീകരണങ്ങൾ ചെയ്യണം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരും. ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങൾ പിടിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്തൊരു വലിയ പണക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഭയങ്കര പണക്കാരൻ, ലിക്കർ ഫാക്ടറി ഒക്കെ നടത്തുന്നതാണ്, എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ചില സുവിശേഷകർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പുള്ളി രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് എത്ര സ്ഥലങ്ങൾ കിട്ടുമായിരുന്നു, എത്ര കെട്ടിടങ്ങൾ പണിത് വരുമായിരുന്നു. സുവിശേഷം ഭയങ്കര സപ്പോർട്ടറായിരുന്നു. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും, ഞാൻ പറഞ്ഞു പുള്ളി രക്ഷിക്കപ്പെട്ടാലേ പുള്ളി പടയാണോ? പടയാളെ ആർക്കും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? ഉണ്ടാക്കിയത് മുഴുവനെ അനധികൃതമാണ്, വചനവിരുദ്ധമാണ്. അപ്പോൾ അതെല്ലാം വിറ്റുപറുക്കി ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ നസ്രായന യേശുവിനെ അനുഗമിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നസ്രായന യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. അവര് ബോധ്യത നിങ്ങൾക്കുണ്ടാകട്ടെ, യേശുവിനെ അനുഗമിക്കാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് മനസ്സിലാക്കി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക.
മനസ്സാന്തരത്തിൽ രണ്ട് തലമുണ്ട്. ഒന്ന്, ജന്മസിദ്ധമായിട്ട് ഞാൻ പാപിയാണെന്നുള്ള ബോധം. രണ്ട്, കർമ്മണ പ്രവർത്തിയാൽ ഞാൻ പാപിയാണെന്നുള്ള ബോധം. നമ്മളെല്ലാവരും we are born in the blood of Adam. ആദാമിന്റെ രക്തത്തിൽ പിറന്നവർ. ആ രക്തത്തിൽ പിറന്നതുകൊണ്ട് ആദാമിലൂടെ നമ്മളിലേക്ക് ഈ പാപത്തിലേക്ക് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പാപത്തിലാണ് ജനിച്ചത്. ഈ ഭൂമിയിലെ നമ്മളൊക്കെ ചിലപ്പോൾ ഈ പരിശോധനയ്ക്ക് ഇങ്ങനെ പറയും, ഈ ലോകത്തിൽ ഒത്തിരി മഹാന്മാരോട് ജനിച്ചിട്ടുള്ളത്. ഒരൊറ്റ മഹാനെ ജനിച്ചിട്ടില്ല കേട്ടോ, ഒറ്റ മഹാനെ ജനിച്ചിട്ടില്ല. ഒരേ ഒരു മഹാനെ ഈ ഭൂമി ജനിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുവാണ്. ബാക്കി എല്ലാ മനുഷ്യരും എക്സെപ്റ്റ് ക്രൈസ്റ്റ്, ക്രിസ്തു വഴിയുള്ള സകല മനുഷ്യരും അവർ പാപത്തിൽ പിറന്നവരാണ്. ഹല്ലേലൂയ! നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ജന്മന നമ്മൾ ഭാവിക്കണം, കർമ്മണ നമ്മൾ ഭാവിക്കണം. അങ്ങനെ വെളിപ്പെടുന്നു. നമ്മളെല്ലാവരും പാപത്തെ ജനിച്ചു എന്നുള്ളത് നമുക്കെന്നറിയാം. കർത്താവ് യേശു പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൂഷിച്ചതില്ല. വ്യഭിചാരത്തിന്റെ, കുലപാതകത്തിന്റെ, മോഷണത്തിന്റെ, പക, വെറുപ്പ്, വിദ്വേഷം, ദ്വന്ദ്വപക്ഷം, മുഖപക്ഷം, ഇതെല്ലാം വരില്ലേ? ഇതെല്ലാം പൊങ്ങി വരാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലൊന്നും ജീവിക്കാൻ യോഗ്യരല്ല. നിങ്ങൾ അടുത്ത സത്വം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പാപത്തിൽ ജനിക്കുന്നു. ഇന്നത്തെ മോഡേൺ സയൻസും അത് അംഗീകരിച്ചു. ഇന്നത്തെ മോഡേൺ സയൻസ്, പ്രത്യേകിച്ച് സൈക്കോളജി എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുന്ന ക്രിമിനൽ മൈൻഡോടുകൂടെയാണ്. ബൈബിളിനെ ആമെ അടിവരയിട്ട് ഉറപ്പിക്കുക. ക്രിമിനൽ മൈൻഡോടുകൂടെയാണ്, പാപത്തിലാണ് പറക്കുന്നത്. സ്തോത്രം! ജനിക്കുന്നതിന് മരണത്തിലേക്കാണ് കുഞ്ഞ് ജനിക്കുന്നത്. We are born into death. പാപത്തിലേക്കാണ് ജനിക്കുന്നത്, മരണത്തിലേക്ക്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ മരണത്തിലേക്കാണ് ജനിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? വളരെ ആഴത്തിലൊന്നും ശ്രദ്ധിച്ച്. ഈ ഞാൻ മധ്യപ്രദേശിൽ പോയപ്പോഴേ ഒരു 10 ദിവസത്തെ 57 പേരെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി. കാലത്ത് 9 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് രാത്രി 9-ന്. 57 പേരെ ഒരുമിച്ച് ഒരു സഭാകളിൽ കൊണ്ടുവന്ന് അവർക്ക് താമസിക്കാനുള്ള ഭക്ഷണവും അവർക്കുള്ള ആ കഴിക്കാനുള്ള ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി അവരെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദിവസം സൺഡേയില് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ മോന്റെ പ്രായം ഒരു കൊച്ചു, അവന്റെ അമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു പെൺകൊച്ച് അമ്മയുടെ കൈ അങ്ങനെ തട്ടി അങ്ങനെ മാറ്റിയിട്ട് ആ കൊച്ചു പതുക്കി ഇങ്ങനെ നടന്ന് എൻ്റെ നേരെ വരിക. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കൊച്ചിങ്ങനെ എന്നിലേക്ക് ഇങ്ങനെ നോക്കി അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ വന്ന് ഈ കുഞ്ഞു നിൽക്കുക, പ്ലാറ്റ്ഫോമിൽ കയറി. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ഈ വലത്തെ തുടയിൽ വെച്ചു. എന്നിട്ട് അവിടെ ഒന്ന് തലോടി. അവർക്കൊന്നും ഒരു സന്തോഷം. ലോകം പിടിച്ചടക്കിയ പ്രതീതിയാണ് മുഖത്ത്. എല്ലാവരും അവരുടെ അമ്മയെ നോക്കി ചിരിച്ചു, എല്ലാവരും നോക്കി ചിരിക്കുന്നു. എനിക്ക് സന്തോഷം. കൊച്ചുകുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു കൊച്ച് അവളുടെ അമ്മയുടെ കൈ പിടിച്ച് അവിടെ എന്റെ നേരെ വരിക. അവിടെ ഒന്ന് ഇടതുഭാഗത്ത് വന്നു. ഞാൻ ഈ കുഞ്ഞിനെ ഇടത്തെ കൈ കൊണ്ട് പൊക്കി എന്റെ ഇടത്തെ തുടയിൽ വെച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വലത്തെ കാലിൽ ഇരുന്ന കുഞ്ഞ് എന്നെ തള്ളിയങ്ങൾ മാറ്റി. ഒറ്റ ചാടനം. എന്നിട്ട് ദേഷ്യത്തോടെ എന്നോട് കൊണ്ട് നോക്കി. അതൊറ്റ പൊക്കാണ്. അപ്പൊ ഞാൻ ഒരു കൃപയാണല്ലേ. ഇത് അവളുടെ അമ്മ പഠിപ്പിച്ചതല്ല, അപ്പം പഠിപ്പിച്ചതല്ല. ഇത് എന്നിലും നിങ്ങളിലും ഇതെല്ലാം ഉണ്ട്. പാപത്തിന് ജനിച്ച പാപത്തിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. സ്തോത്രം! ഈ ഒരു ബോധ്യത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കേണൽ ഇർവിൻ എന്ന് പറയുന്ന ചന്ദ്രനിൽ പോയി
പരിവേഷണം നടത്തിയ ഒരു മനുഷ്യൻ ഇവിടെ നമ്മുടെ മാരാമൺ കൺവെൻഷനിലുണ്ട്. അപ്പൊ അദ്ദേഹം ചന്ദ്രനിൽ പോയ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും വലിയ ഡിസ്കവറി അല്ല. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിസ്കവറി അവൻ പാപിയാണെന്ന് എന്ന് തിരിച്ചറിയുന്നു, കണ്ടെത്തുന്നു. അതാണ് ഏറ്റവും വലിയ ഡിസ്കവറി. മനസ്സിലാക്കുന്നു? ഈ പാപബോധം നൽകുന്നത് ദൈവവചനം കേൾക്കുന്നവരിൽ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പാപബോധം നൽകും, നീതിബോധം നൽകും, ന്യായവിധിയെ കുറിച്ചുള്ള ബോധം നൽകും. ഈ ബോധം ഉള്ളിൽ വരുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നു, ഒരു മനുഷ്യന് മനസ്സിലാകുന്നു, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, പാപത്തിൽ ജീവിച്ചാൽ ഞാൻ നരകത്തിൽ പോകും, നിത്യശിക്ഷാവിധിയിൽ ഏർപ്പെടും എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്ന ആ പ്രതിഭാസത്തിന്റെ പേരാണ് മാനസാന്തരം, റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ! നിങ്ങൾ വളരെ ആഴത്തിലൊന്ന് മനസ്സിലാക്കിക്കുക. ഇങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ഭാവിയായ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം പറയും, ദൈവം പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കും, പുത്രന്റെ ക്രൂശുമരണം വെളിപ്പെടുത്തി കൊടുക്കും. മോനെ, നീ ഭാവിയാ, പക്ഷെ നിനക്ക് പകരമായി നിന്റെ പാപത്തിന്റെ കുറ്റവും ശിക്ഷയും ഏറ്റെടുത്ത് എന്റെ പുത്രൻ മരിച്ചിരിക്കുന്നു. പുത്രന്റെ മരണത്തിലൂടെ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ പുത്രനെ വിശ്വസിക്കുക, പുത്രനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിനക്ക് പാപക്ഷമ സൗജന്യമായി പ്രാപിക്കാം. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! ഇങ്ങനെ പാപക്ഷമ സൗജന്യമായി പ്രാപിക്കാം. അതിന്റെ പേരാണ് വീട്ടിൽ ചെന്നത്, അതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ! ദൈവ മക്കളായിട്ട് മാറണം എന്ന് ദൈവവചനം പറയും. ശ്രദ്ധിക്കണേ, മാനസാന്തരം ഒരിക്കലായി മാത്രം നടക്കേണ്ടതല്ല. റോമാലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. റോമാലേഖനം 11-ാം അധ്യായം 2-3 വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ഒരാൾ വീട്ടിൽ ചെന്ന് പ്രാപിക്കുമ്പോൾ അവരാരായി? പുതിയ സൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. കണ്ടാലും സകലത് മാറി, പുതിയ സൃഷ്ടിയായി മാറി, ന്യൂ ക്രീച്ചറായി മാറി. പക്ഷെ ന്യൂ ക്രീച്ചറായി മാറിയാലും ജഡത്തിന്റെ സ്വഭാവമോ വിഷയങ്ങളോ അവരിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ശ്രദ്ധിച്ചോടെ, പുതിയ സൃഷ്ടിയായി മാറി ആത്മാവിൽ. ഇനി ആത്മാവിനാൽ പരിശുദ്ധാത്മ സഹായത്താൽ ഈ ജഡത്തെ ജയിച്ച് ജീവിച്ചോണം. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് നീ കഴിച്ചത് ഭയങ്കര ഉണ്ടെന്ന് പതിയെ എല്ലായിടത്തും ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരു ചുണ്ടലി കട്ടിന്റെ അടിയിൽ ചത്തുകിടക്കുക. അതിൽ നിന്ന് അതെടുത്തിട്ട് അന്നത്തെ വെള്ളമിട്ടൊക്കെ കഴുകി മറ്റൊന്നൊരു പിന്നോയിലേക്ക് ഇടും, അല്ലേ? അത് എടുത്ത് കളഞ്ഞില്ലെങ്കിലും ആ റൂം മുഴുവൻ ആ മണം, അല്ലെ, വ്യാപിച്ചു നിങ്ങൾക്ക് പാർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്! നിങ്ങളുടെ അകത്ത് ചില സമയത്ത് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ പൊങ്ങി വരും. ജഡത്തിന്റെ പ്രവൃത്തികൾ പൊങ്ങി വരുമ്പോൾ താലോലിക്കാൻ നിൽക്കരുത്. പഴുതാരെയും പാറ്റയൊക്കെ വീടിനകത്ത് കയറുമ്പോഴേ അടിച്ച് കളഞ്ഞ് പുറത്ത് ശുദ്ധീകരിക്കുന്നത് പോലെ ഇനി അകത്തുനിന്ന് ചില സമയത്ത് പക, പിണക്കം, വിദ്വേഷം, വെറുപ്പ്, ഈ സാധനമൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആത്മാവിനോട് പറയും, ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാ, ഇതിനെ നീ ജയിക്കണം. ആ ജയിക്കണം എങ്ങനെയാ? പരിശുദ്ധാത്മാവിനോട് സഹായം
പരിശുദ്ധാത്മാവിനോട് സഹായം ആവശ്യപ്പെടുമ്പോൾ ഒരു തുള്ളി ശക്തി അങ്ങനെ മതി. ഈ പൊങ്ങി വരുന്ന വികാരം ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരല്പം തീ ഇങ്ങനെ കത്തുക. നിങ്ങൾ ഒരല്പം വെള്ളം ഒഴിക്കുമ്പോൾ അത് തീ ഇങ്ങനെ അമരുന്നത് പോലെ. ശ്രദ്ധിച്ചേ, ഹോളി സ്പിരിറ്റിനാൽ നൽകപ്പെടുന്ന ശക്തിയാലല്ലാതെ ആൻഡി നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആവശ്യപ്പെടണം, എനിക്ക് കൃപ നൽകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടണം. ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ധാർമ്മിക ദോഷമുണ്ട്, നീതിബോധമുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ പറയുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഒരു ബോധമുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയും, എന്താ നീതി കണ്ടാലും ഞാനതിനെ നിൽക്കും. എതിർക്കും. പക്ഷെ നിൽക്കുന്നതിന് മുമ്പ് ചോദിക്കണം ആരോട്? പരിശുദ്ധാത്മാവിനോട്. അനീതിയും അക്രമം കണ്ട് വികാരം അവിടെ പോയി. ഇതിനെല്ലാം രണ്ടും കൂടെ ഇല്ലെന്നോ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഈ വികാരം അവിടെ പൊങ്ങി വരും. വികാരം പൊങ്ങി വരുമ്പോൾ വികാരത്തിനനുസരിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. വികാരത്തിൽ പ്രവർത്തിച്ചാൽ പരിജ്ഞാനക്കേട് വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിൽക്കേണ്ട ലിമിറ്റേഷന് നിൽക്കാൻ കഴിയാതെ വരും, പരിജ്ഞാനത്തിൽ നിൽക്കാൻ കഴിയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ ഈ അനീതി കാണുമ്പോൾ, അക്രമം കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ ഇതിന്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യണം? കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിനക്ക് ദൂത് തരും, ആത്മാവിൽ ശക്തി തരും. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി ദൈവത്തിന്റെ മക്കൾ മാറണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ജഡത്തെ ജയിക്കണം കേട്ടോ. ജഡത്തെ നാളെ സ്നാനപ്പെടാൻ പോകുന്ന നിങ്ങളോട് ഞാൻ പറയാ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ വെച്ചന്റെ തലയിൽ കൈവച്ച് പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവനിലും പ്രാപിക്കുക. ആരും ആ വാക്ക് അവിടെ ഏറ്റെടുത്തു. വിശ്വസ്തനായിട്ട് നിൽക്കണം. ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോട് നിൽക്കണം. അതിനുവേണ്ടിയാണ് ഏൽപ്പിക്കുന്നത്. ഉണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വീട്ടിൽ ജനനം പ്രാപിച്ച ഒരു വ്യക്തി ദൈനംദിന മനസ്സാന്തരപ്പെട്ട് ജീവിച്ചോളും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് കർത്താവ് വന്നിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞിട്ട് കാല് കഴുകരുത്. അപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് കൂട്ടായ്മ, നീ എന്റെ കാല് ഞാൻ കഴുകുന്നത് നിനക്ക് എന്നോടും എനിക്ക് നിന്നോട് കൂട്ടായ്മ. കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞപ്പോ പത്രോസിന് സങ്കടം. പത്രോസ് പറഞ്ഞ എന്നാൽ എന്റെ ശരീരം മുഴുവൻ അവിടെ കഴുകിക്കൊള്ളാം. അപ്പൊ കർത്താവ് പറഞ്ഞത്, കുളിച്ചവന് ശരീരം കഴുകുന്ന കാല് മാത്രം കഴുകിയാൽ മതി. എന്റെ അർത്ഥം എന്താ? വീണ്ടും ചലനം ഒരിക്കലായിട്ട് നടക്കുന്നതാണ്. എന്നാൽ കാല് കഴുകൽ എല്ലാ ദിവസവും നടത്തി പോകണം. എല്ലാ ദിവസവും നടത്തി പോകണം. നോട്ടത്തിലോ ചിന്തകളിലോ സ്തോത്രം കേൾവിയിലോ മണക്കലിനോ സ്പർശനത്തിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ എന്ത് വിഷയങ്ങൾ വന്നാലും മനസ്സാക്ഷിയും ആത്മാവിടപെട്ടാൽ ഉടൻ തന്നെ നെടുമ്പാടുകൾ കരഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ദൈവത്തിന്റെ മക്കൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകില്ലെന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂതറിയിക്കുകയാണ്. അത് തിരിച്ചറിയുന്നവർക്കാണ് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാനൊരു വാക്യം ഒന്ന് കണക്ട് ചെയ്യട്ടെ. എബ്രായർ 10 അവിടെ പറയുന്ന വാക്കുണ്ട്, മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ. ഹബക്കൂക്ക് പ്രവചനത്തിലെ ഒരു കൊട്ടേഷൻ. എന്റെ നീതിമാൻ വിശ്വാസം നൽകി. എന്താ വിശ്വാസം തന്നുള്ള ജീവിതം? ചില ആൾക്കാർ പറയുന്നത് പാർട്ടിമാരൊക്കെ വിശ്വാസത്താൽ ജീവിക്കുക. അതിനെ കുറിച്ചല്ല ഇവിടെ പറയും. കേവല സാമ്പത്തികമായ ദൈനംദിന ജീവിതത്തിൽ ഉള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറുന്നതിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. നമ്മളെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഈ ഭൂമിയെ കുറിച്ചും ഭൂമിയുടെ
കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ജീവിച്ചു. ഒരു മരണമുള്ളതൊക്കെ നമുക്കറിയാമെങ്കിൽ മരണത്തിനപ്പുറമായ ജീവിതത്തെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യന്റെ വാക്കും നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ പിശാചുകളുടെ ചിന്തകളൊക്കെ ജീവിച്ചു. പക്ഷെ വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ സെക്കൻഡ് മുതൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞു, പുതിയ സൃഷ്ടിയായി. ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല കുടിച്ചാലും പറ്റുള്ളൂ. കർത്താവ് യേശു പിശാചിനോട് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് എല്ലാ മേഖലകളിലും അത് സൂക്ഷ്മമായി ശ്രദ്ധിക്കും. ഞാനിങ്ങനെ പറയാണ്ട് പണിക്കാരോടുള്ള പ്രത്യേകമായി, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 8 മണിക്ക് മണിക്കുകയല്ലേണ്ടവരെ നിങ്ങൾ 10 മണിക്ക് മണിക്കരുത്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ താമസിച്ച് വന്ന് നേരത്തെ പോകാനാണ്. 8 മണിക്കാ മണിക്കല്ലേണ്ടത്, പക്ഷെ 10 മണിക്കാ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ബോധം വന്നു, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ്. 8 മണിക്കാണ് 8 മണി, 5 മണിക്കാണ് 5 മണിക്ക്. ഒന്നിനും ഉടപ്പാൻ പാടില്ല, ഒരു വിഷയത്തിനും ഉടപ്പാൻ പാടില്ല, മടിയും അലസരമായിട്ട് മാറാൻ പാടില്ല. സ്തോത്രം. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നടക്കാൻ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും അലസരായി മടിയന്മാരായി അലക്ഷ്യരായിട്ട് മാറരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പത്ത് അടച്ചു തന്നാലും അങ്ങനെ നമ്മൾ അലസന്മാരും മടിയന്മാരുമാകരുത്. എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടണം, കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾക്ക് സമ്പത്ത് കൂടുമ്പോഴും അലക്ഷ്യരായി അലക്ഷ്യമായി ജീവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആഴത്തിലൊന്ന് മനസ്സിലാക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കും. ഇവിടെ 2 തലമുള്ള പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. ഒന്ന് റിട്ടേൺ വേർഡ്, എഴുതപ്പെട്ട വചനം. എഴുതപ്പെട്ട വചനത്തിന് അണുവിട മാറാൻ പാടില്ല. എഴുതപ്പെട്ട വചനത്തിന് അണുവിട മാറാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ തലമുറകൾക്കൊക്കെ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ നിഷ്കർഷ പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ വിവാഹിക്കുക, സ്നാനപ്പെട്ടവരെ വിവാഹിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന കാരണമാണ്. അതിന് ഒരു മാറ്റമില്ല. സ്തോത്രം. അത് മാറ്റാനും പാടില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിന് 5 വിവാഹ ആലോചനകളുണ്ട്. 5 രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മുടെ ദൈവസ്ഥലത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ അവതരിക്കുന്നത് എന്റെ മകൾക്ക് എന്റെ മകന് ഏതാണ് സൂക്തമാണ്. അത് വേദപുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിലേതാണ് സൂക്തമെന്ന് നമുക്ക് പറഞ്ഞു. ഇതിന്റെ പേരാണ് റീമായെന്നത്. അപ്പോൾ എഴുതപ്പെട്ട വചനത്താലും വെളിപ്പെടുത്തി തരുന്ന വചനത്താലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഓരോ വ്യക്തികളും ദൈവത്തിന്റെ വെളിപ്പാട് പറയുന്നത്. ഉദാഹരണം, മോസസ് വടി തെറ്റി. വടി തെറ്റിയത് മോസസിന്റെ ഇഷ്ടപ്രകാരമാണോ? ആണോ? അല്ല. പരിശുദ്ധാത്മാവ് ദൈവം പറഞ്ഞിട്ടാണ് വടി ചങ്ങലകളുണ്ടായിരുന്നു. ജോശുവ ഇതേ പ്രശ്നം നേരിടുന്നു. ജോശുവയ്ക്ക് മോസസിന്റെ വടി എടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ ചങ്ങല ഈ ഓട്ടം തുടരുമോ? മോസസ് തെറ്റി പോലെ ഞാൻ നീട്ടിക്കൊണ്ട് വന്ന് നടക്കുമോ? ഇല്ല. മോസസിന് കിട്ടിയതുപോലെ ഒരു അരുളപ്പാട് കിട്ടണം. ഹല്ലേലൂയ.
അത് മോസസിന് കൊടുത്ത അതേ അരുളപ്പാടല്ല യോശുവയ്ക്ക് കൊടുക്കുന്നത്. ദൈവത്തിന് വ്യത്യസ്ത രീതികളുണ്ട്, വ്യത്യസ്ത വഴികളുണ്ട്. ആ ദൈവഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാക്കി മാറ്റും. യാക്കോബ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ ജനിച്ചതായ വിശ്വാസത്തിൽ സമ്പന്നനാക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നിങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് അറിയില്ല, അത് ഓപ്പറേറ്റ് ചെയ്യാനും അറിയില്ല. നിങ്ങളുടെ അകത്ത് ശക്തി ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നും. സ്തോത്രം. ഒരിക്കലും ഒരു അപ്പച്ചൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാനുണ്ട്. ഒരപ്പച്ചൻ കുരുമുളക് പറിക്കാൻ വേണ്ടി ഒരു സഞ്ചിയിൽ തൂക്കി പറമ്പിലേക്ക്, അത്ര ആരോഗ്യമൊന്നുമില്ല, എങ്കിലിങ്ങനെ അടിത്തൂക്കിയൊക്കെ പോയതാണ്. അങ്ങനെ പിടിക്കാതെ ഇങ്ങനെ താഴെ കിടക്കുന്ന കുരുമുളക് എല്ലാം പറിച്ച് ഈ സഞ്ചിയിലാണ്. പക്ഷെ താഴേക്കാൾ കൂടുതൽ കുരുമുളക് മുളകുണ്ട്. പുള്ളിങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് കൊടുക്കും, താഴെയാലും പറിച്ചതിനൊക്കെ കൂടുതലുണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ആരോഗ്യമില്ല, പണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകെ ഒരു ശബ്ദം. നോക്കിയപ്പോ അടുത്ത വീട്ടിലെ പട്ടി തുടരെ പൊട്ടിത്തന്നത്. അത് വായ്പുണർന്ന് ഈ അപ്പച്ചന്റെ നേരെ ഓടി വരിക. അപ്പച്ചന് ഒറ്റ കേരള മതത്തിന് പോയി. കുറച്ചു നേരം പട്ടി വന്ന് അതിന്റെ ചോട്ടിലൊക്കെ ഒന്ന് മണത്തു. അത് പട്ടി തിരികെ പോയി. പപ്പയ്ക്ക് പറഞ്ഞൊരു കാര്യങ്ങൾ, പട്ടി വന്ന് നന്നായത്, എനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞായിരിക്കുകയാണ്. പക്ഷെ പട്ടി വന്നപ്പോഴാണ് എനിക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായോ? ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലെ കടക്കുന്നതിന് നിന്റെ അകത്ത് പറഞ്ഞ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാനതിന് പ്രയോഗിക്കേണ്ടതിന് അത് നീ ഉപയോഗിക്കുമ്പോൾ ഈ വിശ്വാസത്തിൽ ശക്തിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങളിലൊന്നും തകരരുത്, പ്രശ്നങ്ങളിലൊന്നും ഭാരപ്പെടരുത്. ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നിൽക്കണം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ. ഹല്ലേലൂയ. ചില ദുർബലരായ വിശ്വാസികളുണ്ട്. ഒരു ഉദാഹരണം, ഈ നിങ്ങൾക്കൊരു രോഗമോ പ്രയാസമോ ഇല്ല, നിങ്ങൾ ചെന്നിരിക്കുന്നത് ഒരു ഹിന്ദു ഡോക്ടറോ ഒരു മുസ്ലിം ഡോക്ടറാണ്. നിങ്ങൾ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് കരയോ, ഡോക്ടർ കുറച്ചേരം നോക്കി, നിങ്ങളുടെ ഡോക്ടർസാരല്ലേ അമിച്ച് ധൈര്യപ്പെടുന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളുടെ വിശ്വാസത്തെക്കാൾ എന്റെ വിശ്വാസം എനിക്ക് അലഹബാദിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഒരാഴ്ച പനിയായിട്ട് ഞാൻ കിടക്കും. ചർച്ചിലുള്ള ഒരു വിശ്വാസികളുടെ കുറച്ച് ഒരാഴ്ചയായിട്ട് പനി. ഞാൻ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വന്നു. ഇപ്പൊ തന്നെ പോകണം, അവിടെ ചെന്നപ്പോ തന്നെ ഒരു ഹൈന്ദവ ഡോക്ടറാണ്, പുള്ളി പ്രായമുള്ളതാണ്. പുള്ളിയൊക്കെ പുറത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോഗ്രാം ഇത് പറ്റില്ല, ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ കൗണ്ട് എന്റെ 32,000 വന്നിരിക്കുക. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ 19,000 നടന്നു. ഡോക്ടർ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് 4 ബ്ലഡ് ടെസ്റ്റ് മേടിക്കണം, ഇൻജക്ട് ചെയ്യണം. ഇനിയും കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുന്നതെന്ന് മരണം വരെ സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളി പറയുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഒരു വിശ്വാസം, എന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല എന്ന് വെച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ മരിക്കുന്നു, കാരണം എനിക്ക് ഇനി ശുശ്രൂഷയാണ്. അടുത്ത ഞാൻ പറഞ്ഞു, ഇതെന്റെ ശരീരത്തെ മാത്രമേ ബാധിച്ചുള്ളൂ, എന്റെ പ്രാണനെയോ എന്റെ ആത്മാവിനോ തൊട്ടില്ല. മനസ്സിലാവുന്നു.
സ്തോത്രം. എന്റെ പിതാവിന്റെ സ്വഭാവം ഒരു കൂട്ടുവേലക്കാരനുണ്ട്. ഓടി നടന്ന് 2 പാക്കറ്റ്സ് കൊണ്ട് ഇഞ്ചക്ട് പെട്ടെന്ന് 20,000 പിന്നെ അങ്ങോട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് വീട് 32,000, വീട് ലക്ഷങ്ങളായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേരുണ്ട്, എനിക്ക് ശനിയാഴ്ച ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പേരുണ്ട്. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടപ്രകാരം പേരുണ്ടേക്കാം. ഈ ശനിയാഴ്ച അവിടെ നിന്ന് ഞാൻ കോട്ടയം വരെ 2 വീലർ ഓടിച്ചോണ്ട് പോയി പ്രസംഗിക്കാനായിട്ട്. ഇവരൊക്കെ പഠിക്കുന്നത് സാബു ജോസഫിന്റെ ഭാര്യ സൈനു. ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ ദാസി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ട് 3 മാസമായിട്ടാണ് ഞാൻ ഒരല്പമെങ്കിലും വ്യത്യാസം വന്നത്. അതിൻ്റെ ക്ഷീണങ്ങൾ എനിക്കിപ്പോഴുമുണ്ട്. ഇതിലേക്ക് 2 ദിവസമായിട്ടുള്ളൂ. 2-2.5 മണിക്കൂർ പ്രസംഗിക്കുന്നതാണ് അത്ഭുതം തോന്നിയത്. എനിക്ക് അത്ര പേർക്ക് മനസ്സിലാക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് വാക്കി ശ്രദ്ധിച്ച്. ഈ ശരീരത്തിൽ വരുന്ന രോഗമേ നിങ്ങളുടെ മനസ്സിനെ തുടരുന്നത്, നിങ്ങളുടെ ആത്മാവിനെ തുടരുന്നത്. അകത്തു നിന്ന് തോന്നരുത്. എത്ര ക്ഷീണം വന്നാലും നിങ്ങൾ പറയണം ഞാൻ ഒരു ദൈവവചനാണ്, മരിച്ചാലും എന്റെ കർത്താവിന്റെ അടുക്കൽ പോകും, അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്ന് പറയുന്നവരായിട്ട് മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ക്യാൻസർ വരുമോ? ദൈവമക്കൾക്ക് മാരക രോഗങ്ങൾ വരുമോ? വരും. ചില ആൾക്കാർ അങ്ങനെ പ്രസംഗിച്ചു, ഇപ്പൊ അവരൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങി. ക്യാൻസർ വരില്ല, മാരക രോഗം വരില്ല, വിശ്വാസിക്ക് രോഗം വരില്ല, രോഗത്തിന്റെ അണുക്കൽ വരുമ്പോൾ യേശുവിന്റെ രക്തം റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടുണ്ട്. ബൈബിൾ അറിയാത്തതുകൊണ്ടാണ്. കർത്താവ് യേശു രോഗം ശിക്ഷിച്ചവനായിരുന്നു. പൗലോസിന് ജനത്തിൽ ശൂലമുണ്ടായിരുന്നു. രോഗിയായിട്ട് പിലത്തോസിൽ എപ്പോപ്രാന്തിത്തോസിനെ വിട്ടേച്ചു പോകുന്നതൊക്കെ ബൈബിളുണ്ട്. വിശുദ്ധന്മാർക്കും ശരീരത്തിൽ രോഗമുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ തുടരുത്, നിങ്ങളുടെ ആത്മാവിനെ തുടരുത്. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാളെ ക്ഷയിക്കും. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാളെ ഫലപ്പെടണം. അതാണ് ദൈവവചനം പറയുന്നത്. കാലുവേദന ഉണ്ടാവില്ലേ? പക്ഷെ ആ നടുവേദനയും കാലുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ വേണം. നമുക്ക് ആത്മാവിൽ ബലപ്പെടാൻ പോലെ അല്ലേ? ഈ നടുവേദന ഇതൊക്കെ അവിടെ മാറേണ്ട സമയത്ത് മാറും, വിടിവിക്കപ്പെടേണ്ടത് മാറും. അവിടെ ആത്മാവിൽ ബലപ്പെടുന്നവരായിട്ട് മാറണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പച്ചൻ കൊച്ചുപൊട്ടിലെ ഒരു ഉദ്യോഗസ്ഥനായി. അദ്ദേഹം ഭാഗ്യവശനാണ്. മക്കളൊന്നുമില്ല, ഒരു അഡോപ്റ്റഡ് സൺ മാത്രം. ഈ അപ്പത്തിന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ RCC കൊണ്ടുപോയി ഡോക്ടർ ഗംഗാധരനെ കാണിച്ചു. പല ഡോക്ടർമാരുണ്ട്. ഏറ്റവും ചേർത്തലയിൽ ഒരു വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോയി. ആ വൈദ്യൻ 40-45 വർഷമായി ചികിത്സയൊക്കെ തുടങ്ങി. അദ്ദേഹം ഈ അപ്പത്തിന്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചിട്ട് എന്തും പറയണം, എവിടെ തുടങ്ങണം എന്നറിയാതെ ഭാരപ്പെടുകയാണ്. ഞങ്ങൾ 2-3 പേരുണ്ട് അപ്പച്ചനുമായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പുള്ളിങ്ങനെ പുള്ളി ഒന്ന് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി തന്റെ മനസ്സിന് മെന്റൽ ഹെൽത്ത് ഒക്കെ കൊടുക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പച്ചൻ പറഞ്ഞു, ഡോക്ടറെ എന്നോട് പറയാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയാം, 4th സ്റ്റേജ് ആണെന്ന് അറിയാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കുമെന്ന് അറിയാം. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവമല്ല. ഡോക്ടർ വരെ ചികിത്സിക്കാറ് മരിക്കുന്നു. ഇതാണ് തിളമുള്ള വിശ്വാസം. ആ വൈദ്യൻ ഹൈന്ദവനായ വൈദ്യൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ ഒരു പേഷ്യന്റിന് 45 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ല. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ?
അകത്തെ മനുഷ്യർക്ക് ബലപ്പെടുന്നുണ്ടോ? ശക്തിപ്പെടുന്നുണ്ടോ? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുക? ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും എന്നൊരു വാക്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും. അങ്ങനെയാണെങ്കിൽ ആ എല്ലാത്തിനും എന്ന് പറയുന്നതിൽ രോഗമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, ഞെരുക്കമുണ്ടല്ലോ, സമൃദ്ധിയുണ്ടല്ലോ, താഴ്ചയുണ്ടല്ലോ, ഉയർച്ചയുണ്ടല്ലോ, ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും, മാനമുണ്ടല്ലോ, അപമാനമുണ്ടല്ലോ, ആമേൻ, സൽകീർത്തിയുണ്ടല്ലോ, ദുഷ്കീർത്തിയുണ്ടല്ലോ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ഇങ്ങനെ വ്യത്യസ്തമായി വരുമ്പോൾ അകത്ത് സ്തോത്രം പറയാൻ കൃപ ലഭിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം പറയണം. ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ നിന്ന് പഠിപ്പിക്കാം. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. മോള് US ഞാൻ പറഞ്ഞു, മോന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലാണ്. ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ഇന്ന് അമ്മ ചെയ്യുന്ന ഡ്യൂട്ടിയെല്ലാം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ വീടെല്ലാം അടിച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാ കാര്യവും എന്താ പറയുക, കാലത്ത് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാം ചെയ്തു. സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഒരു ബൈക്കിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഒരു വളവാണ്, ആ വളവിലേക്ക് ഇങ്ങനെ തിരിക്കുന്നു. ഞങ്ങൾ 4 കൊടുത്താണ് വഴി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വണ്ടി ഇങ്ങനെ പൊക്കിയെടുത്ത് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഒച്ചത്തിൽ സ്തോത്രം പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ പൊക്കിയെടുത്തത്. പിന്നെ ഞങ്ങൾ ആരാധനയ്ക്ക് പോയി തിരിച്ചു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ബീച്ചോട് ന്യൂനിയാച്ചത്തിലുണ്ടായിരുന്ന ബെൻസി അബ്രഹാം, ബെൻസി അബ്രഹാം എന്ന് പറയുന്ന പാസ്റ്റർ ഞാൻ വിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വീണു, നമ്മൾ വീണു. അടുത്ത പറയാണ്, എന്റെ പന്ത്രണ്ട മകൻ സബിൻ, അവന് ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, CA കൊണ്ടിരിക്കുക. അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവൻ സ്നാനപ്പെടാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ വീഴ്ച അവന്റെ സ്നാനവും തമ്മിൽ എന്താ ബന്ധവും? ഞങ്ങളുടെ വീഴ്ചയും അവന്റെ സ്നാനവും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ പുള്ളി ഒന്ന് വിശദീകരിച്ചു. പുള്ളി പറഞ്ഞു, പാറ്റയ്ക്ക് വീട് കഴിഞ്ഞപ്പോ സ്വത്രം പറഞ്ഞാണോ ബൈക്ക് പൊക്കിയത്? അതെ. അത് അവനെ വല്ലാതെ പിടിച്ചു പിടിക്കുക. അവൻ ഇത്തിരി മൂളയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് അവനെ പിടിച്ചു പിടിക്കുക. അവനെ ഇങ്ങനെ ചിന്തിച്ചോടാ, വീടുമ്പോഴും സ്തോത്രം പറയാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഈ ക്രിസ്തീയ മാർഗമെങ്കിൽ അതെനിക്ക് വേണം. പറഞ്ഞ മനസ്സിലായോ? ഇത് ലോകത്തിന് കഴിയില്ല. ലോകം വീടുമ്പോ പറയുന്നത് ആ കുഞ്ഞിനെ 2 മടക്കുന്നത്, ഈ കാര്യം ശരിക്കും വെക്കാൻ പറഞ്ഞു, ഭാര്യയെ 2 മടക്കുന്നത്. ഇവനത് ചിന്തിച്ചു, അവൻ സ്നാനപ്പെട്ടു, ഇന്ന് കുടുംബമായി കർത്താവിനെ സേവിക്കുന്നു. കിട്ടിയോ? സ്തോത്രം പറയാൻ പഠിക്കണം. അതിലധികമായി ദുഷ്ടനിൽ നിന്ന് വരുന്ന വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടാത്തതെല്ലാം അവൻ പാപമാണ്, ശാപമായി തീരും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടണം. വീടുമ്പോഴും കർത്താവേ സ്തോത്രം, എനിക്കണ്ട വിടുതലായി സ്തോത്രം എന്ന് പറയുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ! ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഞാനിങ്ങനെ നിൽക്കും കേട്ടോ, ചിലപ്പോൾ 6 മണി വരെ നിൽക്കും, ചിലപ്പോൾ 8 മണി വരെ നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചേ, ചില അമ്മച്ചിമാരപ്പന്മാരും പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥന, ഞാൻ ഒരിക്കലും കടക്കെ കിടന്നു പോകാനില്ലാതെ എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യയ്ക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ഞാൻ നടക്കുമ്പോൾ തന്നെ എടുത്തോളും. ഞാനിത് നടക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അത് ദൈവപദ്ധതി അല്ലെങ്കിൽ നിങ്ങളെ 10 ദിവസം കിടത്തിയിട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ മക്കളെ, ഈ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നവരല്ല ദൈവം.
കർത്താവ് പറയുന്ന ഒരു വാക്ക് നിങ്ങളോട്, ഇന്ന് എന്നെ അനുഗമിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ആയുസ് ആരോഗ്യം, ഇന്ന് എന്നെ അനുഗമിക്കും. നാളത്തെ ദിവസം നിങ്ങൾക്ക് തന്നാൽ അതിന്റെ കട്ടങ്ങളുടെ നടുവിൽ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ, ആമേൻ, നീക്കുപോക്ക് തരാൻ, നിങ്ങളെ വഴി നടത്താൻ ഞാൻ ശക്തനാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതാ തമ്പുരാൻ പറയുന്നത്. Praise the Lord. Hallelujah. നിങ്ങൾ ആരും സ്കെച്ച് പ്ലാൻ ഒന്നും ദൈവത്തിന് വരച്ചു കൊടുക്കില്ല കേട്ടോ. ഇന്നത്തെ ദിവസം കർത്താവിന്റെ വഴി നടക്കാം കേട്ടോ. കേട്ടോ, ഇന്നത്തെ ദിവസം നീ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നാളത്തെ ദിവസം അനുഗ്രഹിക്കും, നാളത്തെ ദിവസം ആയിരിക്കും. പിടിക്കുന്നുണ്ടോ? ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളെ പഠിക്കും. ഞാൻ ഈ വചനത്തിന്റെ ജസ്റ്റ് ഒന്ന് ആരംഭിച്ചു. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ രാത്രിയിലെ സെക്ഷനിൽ പറയാം. പക്ഷേ മറ്റൊരു ദൂതാണ് കർത്താവ് പറയുന്നെങ്കിൽ ഞാൻ അതിലേക്ക് മാറും. ശുദ്ധി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഞാൻ ഇത് തുടർന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസഭത്തിലൊന്ന് സമർപ്പിക്കാം. വീണ്ടും ചലനം പ്രാപിച്ച ഒരു വ്യക്തി ക്രിസ്തുവിനാണ്. ആ വ്യക്തിയെ തകർക്കാൻ ദൈവം അനുവദിക്കാതെ ഒരു പിശാചിന് കഴിയില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. പത്രോസിനോട് പറയുന്ന പോലെ ആമേൻ, നിന്നെ പാറ്റിക്കളയാൻ പല പ്രാവശ്യം പിശാചിനോട് ചോദിച്ചതാണ്. പക്ഷേ കർത്താവ് വിട്ടുകൊടുത്തില്ല. കാരണം എന്ന് പറയും, നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടത്. ദൈവത്തിന് പ്രാധാന്യം നിങ്ങളിൽ ദൈവം പകർന്ന തന്നിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കെട്ടുപോകുന്ന ഒരു വിഷയത്തിലും കർത്താവ് നിന്നെ കൊണ്ടുപോകത്തില്ല. നിന്റെ വിശ്വാസത്തിന്റെ നടുവിൽ ദൈവകൃപ പകർന്ന ദൈവത്തിന്റെ വഴി നടത്തുവാനിടയായി ചെയ്യും. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. വിശ്വാസത്തിന്റെ ചില ആത്മഫലങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു. കർത്താവ് രക്ഷിക്കുന്നവൻ മാത്രമല്ല, സൗഖ്യമാക്കുന്നവനും കരുതുന്നവനും ഉടിപ്പിക്കുന്നവനും വ്യത്യാസം വരുത്തുന്നവനുമാണ് എന്നുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവ്, ഈ മൂന്നാം സെക്ഷനിൽ ആത്മാവ് നൽകിയ വചനം മക്കളുമായി ഞാൻ പങ്കുവച്ചു. ഈ ദൂതുകൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും എന്ന തിരുവഴുത്തിന് പ്രകാരം അവർ കേട്ടത് മനസ്സിലാക്കിയത് അവർക്ക് അനുഗ്രഹമായി ചെയ്യട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ, ആത്മാവിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനുള്ള ഏറിയ കൃപ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള അപ്പച്ചന്മാരുടെ മേലും അമ്മച്ചമാരുടെ മേലും പകരണം. ധാരാളമായി അനുഗ്രഹിക്കണം. കർത്തദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കുക. മഹത്വം അംഗീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. ഇവരുടെ വാക്കുകൾ